നമുക്ക് ഒരു വാക്ക് കൂടെ കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തെ ചുറ്റും ഞങ്ങൾ കൂടി വന്നിരിക്കുന്നു. ഞങ്ങൾ അനേക സ്ഥലങ്ങളിലായിരിക്കുമ്പോഴും അവിടുത്തെ കർത്താവേ, ആ സ്നേഹത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ബന്ധത്തിൽ കർത്താവേ, ഞങ്ങൾ ഒരു ശരീരത്തിലെ വിവിധ അവയവങ്ങളായിട്ട് അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരും കഴുകണം, സ്നേഹത്താൽ നിറയ്ക്കണം. കർത്താവേ, ഞങ്ങൾ അന്ത്യകാലത്തിലെ പല സംഭവവികാസങ്ങളെക്കുറിച്ച് വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കർത്താവേ, അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് കർത്താവേ കാര്യങ്ങളെ ഗ്രഹിക്കുവാനും ഉത്സാഹിപ്പിക്കപ്പെടുവാനും ഞങ്ങളെ വെല്ലുവിളിക്കപ്പെടുവാനും കർത്താവേ, അവിടുത്തെ വരവിനായിട്ട് കൂടുതൽ തയ്യാറുള്ളവരായിട്ട് കൂടുതൽ ഒരുക്കമുള്ളവരായിട്ടായിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പിന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവേ, അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകി സ്നേഹത്താൽ നിറച്ച് കർത്താവെ അവിടുത്തെ ശബ്ദം കേൾപ്പിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തിയായിട്ട് എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമ്മൾ വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വരെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. ഇന്ന് 6-ാമത്തെ വാക്യം മുതലാണ് നമ്മൾ സാധാരണ പറയുന്നത് പോലെ അതിൻ്റെ കോണ്ടെക്സ്റ്റൊക്കെ നമ്മൾ പറയാറുണ്ട്. വെളിപാട് പുസ്തകം യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ട സമയത്ത് അദ്ദേഹം കർത്തൃദിവസത്തിൽ ആത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ യേശുവിനെ കുറിച്ചുള്ള യേശുവിൻ്റെ ദർശനം കാണുന്നതാണ് നമ്മൾ വെളിപാട് 1-ാം അധ്യായത്തിൽ വായിക്കുന്നത്. വെളിപാട് 2-3 അധ്യായങ്ങളിൽ അന്ന് ഏഷ്യ മൈനർ അല്ലെങ്കിൽ ഇന്നത്തെ തുർക്കി പ്രദേശത്തുള്ള 7 സഭകളുടെ ആത്മീയ അവസ്ഥയെക്കുറിച്ച് അവിടുത്തെ മൂത്ത സഹോദരങ്ങളോട് ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ്, യേശു കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ യോഹന്നാൻ അപ്പോസ്തലനോടെ കൊടുക്കുന്ന ആ ദൂതൊക്കെ നമ്മൾ വെളിപാട് 2-3 അധ്യായങ്ങൾ വായിക്കുന്നുണ്ട്. വെളിപാട് 4-ാം അധ്യായം ആകുമ്പോഴത്തേക്കും നമ്മൾ സ്വർഗത്തിലൊരു തുറന്ന വാതിൽ കാണുന്നു. അവിടെ ആ സ്വർഗത്തിൽ ദൈവപിതാവ് സിംഹാസനത്തിലായിരിക്കുന്നു. ദൈവപിതാവിനെ കെരൂബുകളും ദൂതന്മാരും 24 മൂപ്പന്മാരും എല്ലാം ആരാധിക്കുന്നതാണ് വെളിപാട് 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. വെളിപാട് 5-ാം അധ്യായത്തിൽ യേശുവിനെ ആരാധിക്കുന്നു. വെളിപാട് 4-ാം അധ്യായത്തിൽ പിതാവിനെ ആരാധിക്കുന്ന പോലെ തന്നെ വെളിപാട് 5-ാം അധ്യായത്തിൽ യേശുവിനെയും അവരെ വെളിപാട് 5-ന്റെ 8-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. വെളിപാട് 5-ന്റെ 8 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗ്ഗം നിറഞ്ഞ് പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുൻപാകെ വീണ് ഫെൽ ഡൗൺ ബിഫോർ ദ ലാമ്പ് എന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. 4-ന്റെ 10 പിതാവിന് മുമ്പാകെ ആരാധിക്കുന്ന ആരാധനാവൃന്ദം തന്നെ പുത്രൻ്റെ മുമ്പിലും ആരാധിക്കുന്നതായിട്ട് പിതാവ് ദൈവമായിരിക്കുന്നത് പോലെ തന്നെ യേശു കർത്താവും ആരാധ്യനാണ്. ദൈവം തന്നെയാണ്, തൃത്വത്തിലെ രണ്ടാമനാണ്, അവിടുന്ന് സ്രഷ്ടാവാണ് എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുകയായിരുന്നല്ലോ. അതിനുശേഷം പിതാവിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മുദ്രയിടപ്പെട്ട ഒരു പുസ്തകത്തെക്കുറിച്ച് നമ്മൾ അവിടെ വെളിപാട് 5-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. വെളിപാട് 5-ാം അധ്യായത്തിൽ ആ മുദ്രയിടപ്പെട്ട പുസ്തകം അത് ഭൂമിയുടെ ഒരു ആധാരം എന്ന വണ്ണമുള്ള ഒരു പുസ്തകമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഭൂമിക്ക് മേലുള്ള ന്യായവിധികളെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു പുസ്തകമാണെന്ന് നമ്മൾ അത് സെഖര്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും എസെക്കിയേൽ അല്ലെങ്കിൽ എഹെസ്കേലിൻ്റെ പുസ്തകത്തിൽ നിന്നൊക്കെ അതിൻ്റെ റെഫറൻസസ് ഒക്കെ കണ്ട് ഈവൻ ലൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും ലേവ്യ പുസ്തകത്തിൽ നിന്നൊക്കെയുള്ള ഇതുപോലൊക്കെയുള്ള ടൈറ്റിൽ ഡീഡ്സിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ച് അത് ഭൂമിക്ക് മേലുള്ള ന്യായവിധികളെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു മുദ്രയിടപ്പെട്ട പുസ്തകമാണെന്ന് കാര്യങ്ങളൊക്കെ നമ്മളത് കണ്ടായിരുന്നു. 7 മുദ്രകളുള്ള ഒരു പുസ്തകം. അതിൽ ഓരോരോ മുദ്രയായിട്ട് ആ മുദ്ര പൊട്ടിക്കുവാൻ ആര് യോഗ്യൻ? ജയിച്ചവനായ യേശുവിന് മാത്രമേ യോഗ്യതയുള്ളൂ എന്നുള്ള കാര്യമാണ് വെളിപാട് 5-ന്റെ 5 നമ്മൾ വായിക്കുന്നത്. 7 മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. ആരാ? ദാവീദിൻ്റെ പേരുമായവൻ, അവിടെ യഹൂദാഗോത്രത്തിലെ സിംഹവും വെളിപാട് 5-ന്റെ 5 യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ പേരുമായവൻ അവനാണ് ഹി ഹാസ് ഓവർകം, അങ്ങനെ ജയിച്ചു. നമ്മെപ്പോലെ തന്നെ പാപജടത്തിൻ്റെ സാദൃശ്യത്തിൽ വന്ന് കർത്താവ് ജയിച്ചു. നമ്മെപ്പോലെ തന്നെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടിട്ടും കർത്താവ് ജയിച്ചു എന്നൊക്കെ നമ്മൾ എബ്രായർ 4-ന്റെ 15-ലും റോമർ 8-ന്റെ 3-ലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ജയിച്ചവനായ കർത്താവിനാണ് ഈ മുദ്ര പൊട്ടിക്കാനുള്ള ഒരു അധികാരവും അവകാശവും ഉള്ളത്. ആ കർത്താവ്, ആ കുഞ്ഞാടാകുന്ന കർത്താവ് ഓരോ മുദ്രകളായിട്ട് പൊട്ടിക്കുന്നതാണ് വെളിപാട് 6-ാം അധ്യായം മുതൽ നമ്മൾ കാണുന്നത്. വെളിപാട് 6-ാം അധ്യായത്തിൽ ആദ്യത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴാണ് ഇത് ക്രിസ്തുവിൻ്റെ വെളിപ്പെടൽ. ആ എതിർ ക്രിസ്തുവിൻ്റെ വെളിപ്പെടലാണ് ഇപ്പം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിപാട് 13-ാം അധ്യായത്തിൽ അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ എതിർ ക്രിസ്തുവിൻ്റെ വെളിപ്പെടൽ അവിടെ ഒരു വ്യാജ ക്രിസ്തുവിനെ പോലെ അനുകരിച്ചുകൊണ്ട് എന്ന ഒരു ഏകലോക ഭരണാധികാരിയായിട്ട് സാത്താൻ്റെ
സാത്താനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തി, ഒരു മനുഷ്യൻ, അവിടെ ഒരു ഏകലോക ഭരണാധികാരിയായിട്ട് കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള 3.5 വർഷക്കാലം ഭരണം നടത്തുന്നത് ഒരു കാര്യമാണ് നമ്മളവിടെ വെളിപാട് 6-ാം അധ്യായത്തിൻ്റെ അവിടെ 2-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ കാണുന്നത്. 2-ാമത്തെ വാക്യം. പിന്നെ 2-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ വലിയ യുദ്ധം ഉണ്ടാകുന്നത്, 3-ാമത്തെ മുദ്രയിൽ വലിയ ക്ഷാമം, 4-ാമത്തെ മുദ്രയിൽ ഒരുപാട് മരണങ്ങൾ, പല ബാധകളാലുള്ള മരണങ്ങൾ നടക്കുന്നതായിട്ട് വായിക്കുന്നു. 5-ാമത്തെ മുദ്രയിൽ മഹോപദ്രവത്തിൻ്റെ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. 6-ാമത്തെ മുദ്രയിൽ കർത്താവിൻ്റെ 2-ാമത്തെ വരവും സഭ ചേർക്കപ്പെടുന്നൊരു കാര്യം, അതുപോലെ തന്നെ കുഞ്ഞാടിൻ്റെ കോപ ദിവസത്തെക്കുറിച്ചുള്ളൊരു ഒരു മുന്നറിയിപ്പും ഒക്കെയാണ് നമ്മൾ 6-ാമത്തെ മുദ്രയിൽ കാണുന്നത്. അപ്പം ആ കർത്താവിൻ്റെ 2-ാമത്തെ വരവിന് തൊട്ട് മുമ്പായിട്ട് വെളിപാട് 7-ാം അധ്യായത്തിൽ ആദ്യത്തെ 8 വാക്യങ്ങളിൽ 144,000 ഭക്തന്മാരായ യഹൂദന്മാരെ, ഒരു ശേഷിപ്പുള്ള യഹൂദന്മാരെ മുദ്രയിടുന്നതായിട്ട്, അവർ ദൈവത്തിൻ്റെ ന്യായവിധി ഭൂമിയിലേക്ക് ഒഴിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പായിട്ട് 7-ാമത്തെ മുദ്രയിലാണ് ഭൂമിയുടെ മേലുള്ള ന്യായവിധി ഒഴിക്കപ്പെടുന്നത്. 6-ാമത്തെ മുദ്രയിൽ, 5-ാമത്തെ മുദ്രയിൽ മഹോപദ്രവം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ന്യായവിധിയല്ല, അത് സാത്താൻ്റെ കോപം, ഇത് ക്രിസ്തുവിലൂടെ സഭയ്ക്ക് മേലെ, യഹൂദന്മാർക്ക് മേലെ ഉള്ള സാത്താൻ്റെ കോപമാണ് മഹോപദ്രവം. അതിനുശേഷം കർത്താവിൻ്റെ വരവും കർത്താവ് സഭയെ ചേർക്കുന്നതും 7-ാമത്തെ മുദ്രയിലാണ് ദൈവത്തിൻ്റെ കോപാഗ്നി, ദൈവത്തിൻ്റെ ന്യായവിധി, കുഞ്ഞാടിൻ്റെ ക്രോധം, കോപ ദിവസം എന്നൊക്കെ നമ്മൾ വെളിപാട് 6-ന്റെ 16-17 വാക്യങ്ങളിൽ വായിച്ചു. അപ്പോൾ ആ ക്രോധത്തിന് തൊട്ട് മുമ്പാകെ, ആ ക്രോധാഗ്നി ഒഴിക്കപ്പെടുന്നതിന്, ഭൂമിയിലേക്ക് ആ ന്യായവിധി ഒഴിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? അവിടെ ഈ യഹൂദന്മാരെ, ഭക്തന്മാരെ യഹൂദന്മാരെ മുദ്രയിടുന്നത്, സീൽ ചെയ്യുന്ന കാര്യമൊക്കെ കാണുന്നുണ്ട്. പിന്നെ 9-ാമത്തെ വാക്യം മുതൽ, വെളിപാട് 7-9 മുതൽ സഭ അവിടെ കർത്താവിനെ എതിരേറ്റുകൊണ്ട് കർത്താവിനെ എതിരേൽക്കാനായിട്ട് മധ്യാകാശത്തിൽ നിൽക്കുന്ന ഒരു കാര്യം, എന്ന് ഞാൻ ഒടുങ്ങാത്തൊരു പുരുഷാരത്തെക്കുറിച്ചൊക്കെ വെളിപാട് 7-9 നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം നിത്യതയോളം നടക്കുന്ന ആ ഒരു വലിയ ആശ്വാസത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ 17-ാമത്തെ വാക്യം വരെ വെളിപാട് 7-ാം അധ്യായത്തിൻ്റെ ലാറ്റപ്പാട്ടിൽ 2-ാമത്തെ പകുതിയിൽ വായിക്കുന്നു. പിന്നെ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് 8-ാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്നത്. അവിടെ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അവിടെ 7 കാഹളങ്ങൾ ഊതാൻ പോവുകയാണ്. ആ 7 കാഹളങ്ങൾ, ഓരോരോ കാഹളങ്ങൾ ഊതുമ്പോഴും വലിയ വലിയ ശിക്ഷാവിധി, ന്യായവിധി, ദൈവത്തിൻ്റെ ന്യായവിധി ഭൂമിമേൽ പതിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. വെളിപാട് 8-ാം അധ്യായത്തിൽ ആദ്യത്തെ 4 കാഹളങ്ങൾ ഊതുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ വെളിപാട് 9-ാം അധ്യായത്തിൽ 5-ഉം 6-ഉം കാഹളങ്ങൾ ഊതുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്ന് നടക്കുമ്പോഴും ഭൂമിമേലുള്ള ജലാശയങ്ങളുടെ മേലും ആകാശഗോളങ്ങളുടെ മേലും ഭൂമിയിൽ താമസിക്കുന്നവരിലുള്ള ഒരു പോർഷൻ, അങ്ങനെയൊക്കെയുള്ള പല ന്യായവിധികളും കാര്യങ്ങളുമൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ വെളിപാട് 8-9 അധ്യായങ്ങളിൽ കണ്ടു. വെളിപാട് 10-ാം അധ്യായത്തിൽ ഒരു ദൂതൻ തുറന്ന ഒരു പുസ്തകമായിട്ട്, ഈ മുദ്രയിടപ്പെട്ട പുസ്തകം ഇപ്പം തുറന്നിരിക്കുന്നു, മുദ്രയെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞു. 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന കാര്യം നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ 7-ാമത്തെ മുദ്ര പൊട്ടിച്ച് അതിൻ്റെ 7-ാമത്തെ കാഹളത്തിൻ്റെ കാര്യം നമ്മൾ വെളിപാട് 11-ന്റെ 15 മുതലാണ് വായിക്കുന്നത്. പക്ഷേ ആ മുദ്രയെല്ലാം പൊട്ടിച്ച ഒരു പുസ്തകമായിട്ട് ദൂതൻ നിൽക്കുന്നതും, ഇതെല്ലാം നിവൃത്തിയാകും, ദൈവം തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ എല്ലാം മർമ്മങ്ങൾ, ദൈവത്തിൻ്റെ മർമ്മമെല്ലാം നിവൃത്തിയാകുമെന്ന് വെളിപാട് 10-ന്റെ 6-7 വാക്യങ്ങളിൽ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അത് ദൂതൻ ദൈവത്തെ വിളിച്ച് ആണയിടുന്നൊരു കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതിനുശേഷം യോഹന്നാൻ അപ്പോസ്തലനോട് പുസ്തകം ഭക്ഷിക്കാൻ, ആ പുസ്തകച്ചുരുളൊക്കെ ഭക്ഷിക്കാൻ പറയുകയും ആ പുസ്തകച്ചുരുൾ ഭക്ഷിച്ച് താൻ വീണ്ടും പ്രവചിക്കുന്ന കാര്യങ്ങൾ 11-ാം അധ്യായം മുതൽ നമ്മൾ വായിക്കുന്നത്. നമ്മളും ദൈവവചനം നമ്മൾ ഭക്ഷിക്കുമ്പോഴാണ് അത് നമ്മളുടെ ഭാഗമായി തീരുമ്പോഴാണ് നമുക്കും നമ്മൾ പ്രാപിച്ച ആ ഒരു പോഷണത്തിൽ നിന്ന് സംസാരിക്കാനും മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുവാനും ഒക്കെ, പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ ദൈവാത്മാവിൽ നിന്ന് സംസാരിക്കുക, ദൈവാത്മാവിൽ നിന്ന് ആത്മീയവർദ്ധനവിനും ആശ്വാസത്തിനും പ്രബോധനത്തിനുമായിട്ട് സംസാരിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള പ്രവചനമെന്ന് നമ്മൾ 1 കൊരിന്ത്യർ 14-ന്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അല്ലാതെ എന്തൊക്കെയോ ഇന്ന് പല സഭാവിഭാഗങ്ങളിലൊക്കെ കാണുന്നവണൊക്കെ എന്തെങ്കിലും ഒരു ഭാവി പറയുന്നവണൊക്കെ അങ്ങനെയുള്ളൊരു പ്രവചനമല്ല നമ്മൾ വചനത്തിൽ കാണുന്നത്. ഭാവിയെക്കുറിച്ചുള്ള പ്രവചനം വചനത്തിൽ ഒരു അഗബസിൻ്റെ ഒരു കാര്യം അപ്പോസ്തലപ്രവൃത്തികളിൽ നമ്മൾ വായിക്കുന്നു എന്ന പൊതുവെ പുതിയ നിയമത്തിൽ പ്രവചനം എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഭാവിയെക്കുറിച്ചാണെങ്കിലും
പുതുകാലത്തെക്കുറിച്ചുള്ളതാണെങ്കിലും വർത്തമാനകാലത്തെക്കുറിച്ചാണെങ്കിലും ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള ആലോചനകൾ ദൈവാത്മാവിനാൽ പറയുന്നതാണ് പ്രവചനം. അത് ഭാവിയെക്കുറിച്ച് പറയുന്നത്, ആ പ്രവചനം എന്നുള്ള വാക്ക് കേട്ട് ഭാവിയെക്കുറിച്ച് പറയുന്നത് മാത്രമാണ് പ്രവചനം. നമ്മൾ തിരിച്ചു പോകരുത്. എന്ന പ്രവചനം എന്ന് ബൈബിളിൽ ഉദ്ദേശിക്കുന്നത് ദൈവവചനം ഷെയർ ചെയ്യുന്ന ഒരു കാര്യം. ദൈവവചനം ദൈവാത്മാവിനാൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആലോചനകൾ, ദൈവവചനം കേൾക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അവരെ സാത്താനെതിരെ, ലോകത്തിനെതിരെ, പാപത്തിനെതിരെ, ജഡത്തിനെതിരെയൊക്കെയുള്ള ഒരു പോരാട്ടത്തിൽ അവർക്ക് വേണ്ടുന്ന ആ ഒരു ആലോചനകൾ ഓരോരോ സമയങ്ങളിൽ കൊടുക്കുന്ന, അവരെ കേൾക്കേണ്ടതായിട്ടുള്ള, ദൈവം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയുന്നതാണ് പ്രവചനം എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ ആ സമയത്തൊക്കെ നമ്മൾ കണ്ടായിരുന്നല്ലോ. പിന്നെ വെളിപ്പാട് 11-ാം അധ്യായത്തിൽ ഈ അവസാനത്തെ 3.5 വർഷം, അതായത് കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള 3.5 വർഷക്കാലം ഉള്ള 2 സാക്ഷികളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. ആ 2 സാക്ഷികളായിട്ടുള്ള സഹോദരങ്ങൾ അവർ ഒലിവ് വൃക്ഷങ്ങളെ പോലെയാണെന്നൊക്കെയുള്ള കാര്യമൊക്കെ നമ്മൾ സെഖര്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും ഒക്കെയുള്ള ആ പ്രവചനമൊക്കെ ഇവിടെ അവരിൽ നിവൃത്തിയാവുന്ന കാര്യവും, അവരുടെ ശുശ്രൂഷ മോശയുടെയും ഏലിയാവിൻ്റെയും പോലെയുള്ള ശുശ്രൂഷകളായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ഇത് ക്രിസ്തുവിന് അവരെ മേൽക്കൊള്ളാൻ, അവരെ ജയിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ശുശ്രൂഷ തീരുന്നിടം വരെ, അവരുടെ ശുശ്രൂഷ തീർന്ന് 3.5 വർഷക്കാലം അവരുടെ ശുശ്രൂഷ തികച്ചപ്പോഴേ ഇത് ക്രിസ്തുവിനെ അവരെ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. അതിനുശേഷം അവർ മരിച്ച് വീഴുന്നതും, യെരുശലേം തെരുവീഥികളിൽ മരിച്ച് 3.5 ദിവസം അവർ ആ ബോഡീസ് അവിടെ 3.5 ദിവസം കിടക്കുന്നതൊക്കെ വെളിപാട് 11:9 നമ്മൾ വായിക്കുന്നു. അതിനുശേഷം പിന്നെ അവർ ഉയർത്തെഴുന്നേൽക്കുന്നതുമൊക്കെ നമ്മൾ വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 7ാമത്തെ കാഹളത്തിൻ്റെ കാര്യമാണ് നമ്മൾ വെളിപാട് 11-5 വാക്യത്തിൽ, അതായത് 7ാമത്തെ മുദ്രയിലുള്ള 7 കാഹളങ്ങളുടെ അവസാനത്തെ കാഹളം, അവിടെയാണ് കർത്താവിൻ്റെ ഭരണം തുടങ്ങുന്നത്. കർത്താവിൻ്റെ വരവും, കർത്താവ് ഭൂമിയിൽ ഒരു 1000 വർഷക്കാലം സഹസ്രാബ്ദ വാഴ്ച തുടങ്ങുന്നതിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ വെളിപാട് 11-ാം അധ്യായത്തിന് 15 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ വിശ്വാസികൾക്കുള്ള പ്രതിഫലം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക്, വെളിപാട് 11-18 വിശ്വാസികൾക്കുള്ള പ്രതിഫലം, അവിശ്വാസികൾക്കുള്ള ന്യായവിധി, പിന്നെ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം ആ വലിയ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റിൻ്റെ സമയത്ത്, അത് വെളിപാട് 20-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിലാണ് ഒരു വലിയൊരു വെള്ളസിംഹാസനം കാണുന്ന കാര്യങ്ങളൊക്കെ. വെളിപാട് 20-11 മുതൽ അവിടെ അവിശ്വാസികൾക്കുള്ള ന്യായവിധി. അപ്പോൾ അവിശ്വാസികൾക്കുള്ള ന്യായവിധിയും വിശ്വാസികൾക്കുള്ള പ്രതിഫലവും 1000 വർഷക്കാലത്തിൻ്റെ ഒരു ഗ്യാപ്പിലാണ് നടക്കുന്നതായിട്ടാണ് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ കാണുന്നത്. പിന്നെ 12-ാം അധ്യായത്തിൽ ഇസ്രായേലിനെ ഒരു സ്ത്രീയോട് ഉപമിച്ച് ഇസ്രായേലിൻ്റെ സന്തതിയായിട്ടുള്ള കർത്താവിനെ സാത്താൻ ഒടുക്കിക്കളയാൻ നോക്കുന്നതും, എന്നാൽ അവനത് കഴിയാതെ പോകുന്നതും, പിന്നീട് കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ആ 3.5 വർഷക്കാലത്തിൻ്റെ തുടക്കത്തിൽ 2ാം സ്വർഗത്തിൽ നിന്ന് സാത്താനെ ഭൂമിയിലേക്ക് മിഖായിലിൻ്റെ നേതൃത്വത്തിലുള്ള ദൂതസേന യുദ്ധം നടത്തി സാത്താനെ 2ാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളിയിടുന്നത് ഒക്കെ കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. സാത്താൻ 3ാം സ്വർഗത്തിൽ നിന്ന്, അവൻ പ്രധാന ദൂതനായിരുന്നു, അവൻ 3ാം സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ടു. അവൻ 2ാം സ്വർഗത്തിലേക്ക് അവരെ ഹെഡ് ക്വാർട്ടേഴ്സ് മാറ്റി. 2ാം സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന ഈ ആകാശം, ഈ കാണുന്ന പ്രപഞ്ചം 1ാം സ്വർഗമായിട്ടാണ് നമ്മൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ സങ്കീർത്തനം 19-1, 8-3 സ്വർഗം എന്നുള്ളൊരു വാക്ക്, ആകാശം, ആ സ്വർഗം എന്നുള്ള ഒരു ഷമായി എന്നുള്ള ഒരു പദം ഈ പ്രപഞ്ചത്തെ കുറിക്കാണ് സ്വർഗം എന്നുള്ളൊരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ 3ാം സ്വർഗം ദൈവത്തിൻ്റെ ഇരിപ്പിടമായിട്ടുള്ള, ദൈവം ആയിരിക്കുന്ന ആ പർദീസയാണ് 3ാം സ്വർഗം എന്ന് നമ്മൾ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന് 2-4 വാക്യങ്ങളിൽ പൗലോസ് 3ാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ആ 3ാം സ്വർഗമാണ് പർദീസ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ 1ാം സ്വർഗത്തിനും 2ാം സ്വർഗത്തിനും ഇടയിലുള്ള ആ സ്വർഗമാണ് 2ാം സ്വർഗം. ആ സ്വർഗീയ സ്ഥലങ്ങളിലുള്ള ദുഷ്ടാത്മസേനയോടാണ് നമ്മളുടെ പോരാട്ടം എന്നാണ് എഫേസ്യർ 6:12 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ 2ാം സ്വർഗത്തിൽ നിന്നും അവസാനം അവൻ ഭൂമിയിലേക്ക് തള്ളിയിടപ്പെടുന്ന ഒരു രംഗവും, ആ ഭൂമിയിൽ അവൻ അണയാൻ പോകുന്ന തിരി ആളിക്കത്തും എന്ന് പറയുന്നത് പോലെ അവന് കുറച്ച് സമയമുള്ളൂ എന്നറിഞ്ഞ്, അത് വെളിപാട് 12:12 നമ്മൾ വായിച്ച്, കുറച്ച് സമയമുള്ളൂ എന്നറിഞ്ഞ് അവൻ മഹാക്രോധത്തോടെ അവൻ ഇസ്രായേലിൻ്റെ അടുക്ക ചെല്ലുന്നു. ഇസ്രായേലിനെ ദൈവം സംരക്ഷിക്കുന്ന ആ 3.5 വർഷക്കാലം അവർ എയർലിഫ്റ്റഡായിട്ട് അവർ ഫ്ലൈറ്റിൽ ഒരു സ്ഥലത്തേക്ക് ദൈവം ചെന്ന് പോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ വെളിപാട് 12-14 വാക്യത്തിൽ ഒരു കഴുകൻ്റെ 2 ചിറക് ലഭിച്ചു എന്നൊക്കെ വായിക്കുമ്പോൾ ഒരുപക്ഷെ അവർ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ പ്ലെയിനിൽ കയറി ഏതോ ഒരു സ്ഥലത്ത് നറിഷ്ഡ് ആവാൻ, പ്രൊട്ടക്റ്റഡ് ആവാൻ, സംരക്ഷിക്കപ്പെടുവാനായിട്ട് ദൈവം
അനുവദിച്ചൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവൻ്റെ ക്രോധം ബാക്കിയുള്ള ശേഷിപ്പുള്ള ഇസ്രായേലിൻ്റെ ശേഷിപ്പുള്ള സന്തതികളിലൂടെ, അതായത് സന്തതികൾ ശേഷിപ്പുള്ളവരോടെന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ ശേഷിപ്പുള്ള സന്തതികളാണ് സഭ. എന്നുവെച്ചാൽ ഇസ്രായേലിൽ നിന്ന് കർത്താവ് ഇസ്രായേലിനായിട്ട് യഹൂദനായിട്ട് വന്നു. കർത്താവിന് 12 ശിഷ്യന്മാരും, യൂദാസ് മാറി പൗലോസിനെ നമ്മൾ ചേർത്താലും 12 അപ്പോസ്തലന്മാരും യഹൂദന്മാരായിരുന്നു. അവരിലൂടെയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സുവിശേഷം എത്തിയത്. അപ്പോൾ ആ ഇസ്രായേലിൻ്റെ ആത്മീയ ഇസ്രായേലാകുന്ന ആ സഭ ആണ് ഇസ്രായേലിൻ്റെ ശേഷിപ്പുള്ള സന്തതികളോട് പോരാട്ടം ചെയ്യുവാൻ, യുദ്ധം ചെയ്യുവാനായിട്ട് അവൻ പുറപ്പെടുന്ന കാര്യമൊക്കെ നമ്മൾ വെളിപാട് 12:17 വായിച്ചു. പിന്നെ ഇപ്പം നമ്മളായിരിക്കുന്ന വെളിപാട് 13-ാം അധ്യായത്തിൽ അവിടെ 1-ാമത്തെ മൃഗത്തെക്കുറിച്ചാണ് അതിൻ്റെ ആദ്യത്തെ 9 വാക്യങ്ങളിൽ വായിക്കുന്നത്. 2-ാമത്തെ മൃഗത്തെക്കുറിച്ച് 11 മുതലുള്ള വാക്യങ്ങൾ. 1-ാമത്തെ മൃഗം എതിർ ക്രിസ്തു, 2-ാമത്തെ മൃഗം ഫോൾസ് പ്രോഫറ്റ് അല്ലെങ്കിൽ കള്ളപ്രവാചകൻ. അപ്പോൾ ആ 1-ാമത്തെ മൃഗം അവൻ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് കണ്ടു. സമുദ്രം ജാതികളെ കുറിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് ഭൂമി ഇസ്രായേലിനെ കുറിക്കുന്നതായിട്ട്, സമുദ്രം ജാതികളെ കുറിക്കുന്നതായിട്ട്. അപ്പം എതിർ ക്രിസ്തു ജാതികളിൽ നിന്ന് കയറി വരുന്നതായിട്ടുള്ളൊരു കാര്യം കാണുന്നത്. അവൻ്റെ 7 തലയും 10 കൊമ്പിനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടായിരുന്നു അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ. 7 തലയെന്ന് പറയുമ്പോൾ റോം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് 7 മലകളുടെ മേലാണ്. അതുകൂടാതെ 7 സാമ്രാജ്യങ്ങൾ, കഴിഞ്ഞു പോയ 7 സാമ്രാജ്യങ്ങൾ, 7 സാമ്രാജ്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ടായിരുന്നു. ഈജിപ്റ്റ്, മിസ്രൈം സാമ്രാജ്യവും, പിന്നെ ബാബിലോൺ സാമ്രാജ്യം, അശൂർ സാമ്രാജ്യം, മെദോ പേർഷ്യ, ഗ്രീസ്, അങ്ങനെ 7 സാമ്രാജ്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞു പോയ 7 സാമ്രാജ്യങ്ങളും അതാണ് 7 തലകൾ. പിന്നെ 10 കൊമ്പുകളെന്ന് പറയുന്നത് നമ്മളത് വെളിപാട് 17 നിന്ന് ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. 10 കൊമ്പുകളെന്ന് പറയുന്നത് അന്ന് 10 രാഷ്ട്രങ്ങൾ, ഒരുപക്ഷെ മെഡിറ്ററേനിയൻ കടൽ എന്ന് പറഞ്ഞാൽ, മെഡിറ്ററേനിയൻ സീ എന്ന് പറഞ്ഞാൽ മധ്യധരണ്യാഴി എന്ന് പറഞ്ഞാൽ യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും ഇടയ്ക്കുള്ള ആ ഒരു അവിടെയാണ് മധ്യധരണ്യാഴി അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ സീ. അപ്പോൾ അതിന് ചുറ്റുമുള്ള യൂറോപ്യൻ കൺട്രീസും ഒക്കെ ഉൾപ്പെടുന്ന ഒരു 10 രാഷ്ട്രങ്ങൾ ചേർന്നുള്ള ഒരു 10 രാഷ്ട്രങ്ങൾ ചേർന്നുള്ള ഒരു യൂണിയൻ, അതിൻ്റെ ഒരു അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭരണാധികാരിയായിട്ട്, ഒരു ഏകലോക ഭരണാധികാരിയായിട്ട് എതിർ ക്രിസ്തു വെളിപ്പെടുന്ന ഒരു കാര്യമൊക്കെയാണ് നമ്മൾ വെളിപാട് 17-ാം അധ്യായത്തിൽ നിന്ന് നമ്മളതിൻ്റെ കാര്യങ്ങൾ കണ്ട്. നമ്മളത് വെളിപാട് 17-12 വായിക്കുന്നുണ്ട്. ആ 10 കൊമ്പുകൾ 10 രാജാക്കന്മാരാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ വെളിപാട് 13-ന്റെ 2-ാമത്തെ വാക്യം കഴിഞ്ഞ അങ്ങേയാഴ്ച നമ്മൾ കണ്ടു. അത് ദാനിയേൽ പ്രവചനത്തിൽ നിന്ന് പുള്ളിപ്പുലിയും കരടിയും ഉള്ള പിന്നെ സിംഹത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അതൊക്കെ റോം, ഗ്രീക്ക് സാമ്രാജ്യം, മീദോ പേർഷ്യ സാമ്രാജ്യം, അതിനെയൊക്കെ കുറിക്കുന്ന കാര്യങ്ങളാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അത് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും ഒക്കെ പറയുന്ന, 2-ാം അധ്യായത്തിൽ പറയുന്ന ആ ഒരു സ്റ്റാച്യു, ബിംബത്തിലെ ലോഹങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ 7-ാം അധ്യായത്തിൽ ദാനിയേൽ കണ്ട ദർശനത്തിലെ കാര്യങ്ങളുമൊക്കെ ഇതിനോട് അനുബന്ധിച്ച് ഈ മൃഗങ്ങളുടെ, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാണുമ്പോൾ അത് വിലയേറിയ ലോഹങ്ങൾ പോലല്ല, മറിച്ച് മൃഗങ്ങളുടെ സമാനമായിരുന്നു ഈ സാമ്രാജ്യങ്ങളുള്ള കാര്യമൊക്കെയാണ് നമ്മൾ കണ്ടത്. 3-ാമത്തെ വാക്യം വെളിപാട് 13-ന് 3, 4, 5 വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് ഈ എതിർ ക്രിസ്തുവിൻ്റെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ട് ലോകം മൊത്തവും വിസ്മയിച്ച്, ഭൂമി മൊത്തവും, ദ ഹോൾ എർത്ത് വാസ് അമേസ്ഡ് ആൻഡ് ഫോളോഡ് ആഫ്റ്റർ ദ ബീസ്റ്റ്, സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ച് അവൻ്റെ പിന്നാലെ അങ്ങ് ചെല്ലുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. അങ്ങനെ ഒരു വലിയൊരു വഞ്ചന നടക്കുന്ന കാര്യങ്ങളൊക്കെ, അവന് വലിയൊരു വൂണ്ട്, വലിയൊരു മുറിവ്, അത് 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ട, അതിൻ്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ കണ്ടു, അതിന് മരണകരമായ മുറിവ് പുറത്തുപോയി. അപ്പോൾ എന്തോ ഒരു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് സമാനമായിട്ടുള്ള അവൻ്റെ ഒരു അനുകരണമായിട്ട് ആയിരിക്കാം ഒരു പക്ഷേ ആ കാര്യങ്ങൾ നടക്കുമ്പോഴായിരിക്കും അതിന് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന്. ക്രിസ്തുവിനെ എല്ലാ തരത്തിലും അനുകരിക്കാൻ വേണ്ടി ക്രിസ്തു 3-ാം ദിവസം യേശു കർത്താവ് പുനരുദ്ധാനം ചെയ്തതുപോലെ അവനും ഒരു മരണകരമായ മുറിവ്, അത് മരണം പോലെ നടിച്ച് പിന്നെ അവനെ ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെയൊക്കെയുള്ള വലിയ അത്ഭുതമൊക്കെ കണ്ട് അങ്ങനെ ലോകം മൊത്തവും വിസ്മയിച്ച്, ലോകം മൊത്തവും ആ ഭൂമിയിലുള്ളവരെല്ലാം, ഭൂവാസികളായിട്ടുള്ളവരൊക്കെയാണ് അതിൽ വിസ്മയിച്ച് അവനെ പിന്തുടർന്നതെന്നാൽ നമ്മൾ സ്വർഗീയവാസികളായിട്ട് അന്ന്
അന്ന് സഭ ഭൂമിയിൽ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നുവെച്ചാൽ അതിൻ്റെ പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഈവൻ ഇതിൻ്റെ ഇന്നത്തെ ആ പോർഷൻ്റെ തന്നെ ആ 7-ാമത്തെ വാക്യം, വെളിപ്പാട് 13:7 വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുവാനും അതിന് അധികാരം ലഭിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം വിശുദ്ധന്മാർ അപ്പോഴും ഭൂമിയിലുണ്ട്. വിശുദ്ധന്മാർ എന്നുള്ള ആ ഒരു ആഗിയാസ് എന്ന് പറയുന്ന ആ പദം, അത് വീണ്ടും ജനിച്ച വിശുദ്ധന്മാരെ, വീണ്ടും ജനിച്ച ദൈവമക്കളെ സൂചിപ്പിക്കുന്ന പദമാണ് ആ സെയിൻസ്, വിശുദ്ധന്മാർ എന്നുള്ള പദം. എഫേസ്യർ 1:1 പിന്നെ ബൈബിളിലെ പലയിടങ്ങളിലുമൊക്കെ ആ സെയിൻസ് എന്നുള്ള പദം അത് വീണ്ടും ജനിച്ച ദൈവമക്കളെ സൂചിപ്പിക്കുന്ന പദമാണ്. അപ്പം ആ വീണ്ടും ജനിച്ച ദൈവമക്കൾ അപ്പോഴും ഭൂമിയിലുണ്ടാകും. അവർ എന്നാൽ ഭൂമിയുടെ കൂട്ടത്തിൽ, സർവ്വഭൂമി മൃഗത്തെ കണ്ട് വിസ്മയിച്ചതിൻ്റെ കൂട്ടത്തിൽ അവർ ഭൂവാസികളല്ല, അവർ സ്വർഗീയവാസികളായിട്ട് അവർ കർത്താവിനെ പിന്തുടരുന്നു എന്ന ഈ മൃഗത്തെ പിന്തുടരുന്ന ഭൂവാസികളുടെ അധപ്പതനമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ പിശാചിനെയും ആരാധിക്കുന്നു. പിശാചാണ് ഇവന് അധികാരം കൊടുത്തതെന്ന് കണ്ട് പിശാചിനെ ആരാധിക്കുന്ന കാര്യമൊക്കെ നമ്മൾ 4-ാമത്തെ വാക്യത്തിൽ വായിച്ചു. മൃഗത്തോട് തുല്യൻ ആര്, ഹു ഈസ് ലൈക്ക് യു. നമ്മൾ യേശുവിനോട് നിന്നെ പോലെ ആരുള്ളൂ കർത്താവേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടുന്നത് പോലെ മൃഗത്തെ ഇവർ ആരാധിച്ചുകൊണ്ടൊക്കെ പാട്ട് പാടുമായിരിക്കും എന്ന്. മൃഗത്തോട് തുല്യൻ ആര്, അതിനോട് പൊരുതാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചതായിട്ട് ആരാധിച്ചതായിട്ടൊക്കെ നമ്മൾ വെളിപ്പാട് 13:4 നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 5-ാമത്തെ വാക്യം നമ്മൾ കണ്ടു. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിന് ലഭിച്ചു. 42 മാസം, അതായത് 3.5 വർഷം പ്രവർത്തിക്കുവാൻ അധികാരവും ലഭിച്ചു. എല്ലാം ലഭിച്ചു എന്നുവെച്ചാൽ ദൈവം ഗ്രാൻഡ് ചെയ്യുക, ദൈവം അനുവദിക്കാതെ ഒരു അധികാരവും ആർക്കും കൈയാളാൻ സാധിക്കില്ല. ദൈവം അനുവദിച്ചു. ദൈവം വാസ് ഗിവൻ ടു ഹിം. അപ്പോൾ അവന് ദൈവം അനുവദിച്ചതുകൊണ്ട് അവൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ, വമ്പും ഭയങ്കര ധാഷ്ട്യം നിറഞ്ഞ വാക്കുകൾ, ആരഗൻ വേർഡ്സ്, ബ്ലാസ്ഫെമീസ്, ദൈവദൂഷണമൊക്കെ പറയുന്നു. ആ ഒരു 42 മാസം, ഒരു 3.5 വർഷക്കാലത്തേക്കുള്ളൊരു അധികാരം ദൈവം അനുവദിച്ചു, ദൈവം കൊടുത്തു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ 6-ാമത്തെ വാക്യം മുതലാണ് നമ്മൾ ഇന്ന് വായിക്കാനുള്ളത്. ഇപ്പം 6-ാമത്തെ വാക്യം മുതലിപ്പോൾ ജേക്കബ് ബ്രദർ ആ പുസ്തകം, നമ്മുടെ സാക്വിനം ബ്രദറിൻ്റെ അന്തിമവിജയം എന്നുള്ള ആ പുസ്തകത്തിലെ ആ പോർഷൻ നമ്മൾ 6-ാമത്തെ വാക്യത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബ്രദർ ഇപ്പം വായിക്കും. വാക്യം 6: അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദൂഷിപ്പാൻ ദൂഷണത്തിനായി വായ തുറന്നു. എതിർക്രിസ്തുവിന്റെ വായെക്കുറിച്ച് 3 വട്ടം പറഞ്ഞിരിക്കുന്നു. വാക്യം 2, 5, 6. എതിർക്രിസ്തുവിന്റെ സംസാരത്തെക്കുറിച്ച് ദാനിയേൽ 7-ാം അധ്യായത്തിലും നാം കാണും. ദാനിയേൽ 7. വമ്പ് പറയുന്ന വായ, കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം, അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും. ദാനിയേൽ 7-ന്റെ 8-ാമത്തെ വാക്യം, 11-ാമത്തെ വാക്യം, 25-ാം വാക്യം അങ്ങനെ പറയുകയും, മനുഷ്യനുള്ള മത്സരത്തിന്റെ ആത്മാവ് അവന്റെ വായിലൂടെയാണ് വെളിവാകുന്നത്. ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വായ സംസാരിക്കുന്നു. മത്തായി 12:34. ഹൃദയം പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ടാൽ പരിശുദ്ധാത്മാവ് നൽകുന്ന വാക്കുകൾ വായിലൂടെ പുറത്തു. അറിയപ്പെടാത്ത ഭാഷയിലൂടെ ആയാലും അറിയാവുന്ന ഭാഷയിലായാലും നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടില്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആത്മാവ് നിങ്ങളെ ഭരിക്കുകയും അത് വായിലൂടെ വെളിവാകുകയും ചെയ്യും. നാവ് നിർമ്മലമായിരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ തന്നെ മത്സരത്തിന്റെ ആത്മാവിനെ തകർത്ത് കളയേണ്ടത് ഉണ്ട്. അതുകൊണ്ടാണ് സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് ദൈവസന്നിധിയിൽ വിലയേറിയതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. 1 പത്രോസ് 3:4. വെളിപ്പാട് 13:6 സ്വർഗത്തിൽ വസിക്കുന്നവരെ കുറിച്ച് ഒരു പരാമർശം കാണാം. നേരത്തെ ചിന്തിച്ച ഭൂവാസികൾക്ക് നേരെ എതിരാണിവർ. സ്വർഗത്തിൽ വസിക്കുന്നവരിൽ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരും ഉൾപ്പെടും. കാരണം നാം ക്രിസ്തുവിനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുകയാണല്ലോ. ഇവിടെ എല്ലാ സ്വർഗവാസികളെയും എതിർ ക്രിസ്തു ദൂഷണം പറയുന്നു എന്നാണ് വായിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വെളിപ്പാട് 13-ന്റെ 6-ാമത്തെ വാക്യം ഇപ്പം നമ്മൾ വായിച്ച് അതിൻ്റെ ഒരു വിവരണം നമ്മൾ അന്തിമവിജയം എന്നുള്ള ആ പുസ്തകത്തിൽ നിന്ന് നമ്മളിപ്പം വായിച്ചല്ലോ. വെളിപ്പാട് 13-ന്റെ 6 ഈ മൃഗം, ഈ എതിർ ക്രിസ്തു മൃഗം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവനൊരു മനുഷ്യനാണ്, മനുഷ്യൻ്റെ സംഖ്യയാണ് അവനുള്ളതെന്നൊക്കെ ഈ വെളിപാട് 13-ന്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതൊരു മനുഷ്യൻ്റെ സംഖ്യ എത്രയും. സോ അവനൊരു മനുഷ്യനാണ്, എന്നാൽ ദൈവസന്നിധിയിൽ അവനൊരു മൃഗത്തിൻ്റെ അവസ്ഥയിലാണ് ഉള്ളത്.
അതാ വെളിപ്പാട് 13-6 വാക്യത്തിൽ അത് ദൈവത്തിൻ്റെ നാമത്തെയും അവൻ്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദൂഷിക്കുവാൻ ദൈവദൂഷണത്തിനായിട്ട് വാ തുറന്നു. ചിലർ വാ തുറക്കുമ്പോഴേ കള്ളവേ വരുത്തുള്ളൂ, പരദൂഷണേ വരുത്തുള്ളൂ, അല്ലെങ്കിൽ വമ്പ് പറച്ചിൽ, എസ് പി എന്ന് പറയാൻ സ്വയം പൊങ്ങച്ചം എന്നൊക്കെ നമ്മളെ ചിലപ്പോൾ ചിലരെ കുറിച്ചൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവൻ വാ തുറക്കുമ്പോഴേ ഈ ക്രിസ്തു വലിയ ലോക ഭരണാധികാരിയാണ്, ലോകം മൊത്തം വിസ്മയിച്ച് അവൻ്റെ പിന്നാലെ പോവുകയാണ് എന്ന് വാ തുറന്ന എന്തൊക്കെയാണ് വരുന്നേ, അവൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതാണ്, ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ സംസാരിക്കുന്നത് എന്നുള്ള ആ വാക്യമൊക്കെ മത്തായി 12-34-35 വാക്യങ്ങളൊക്കെ നമ്മളിപ്പം വായിച്ചു കേട്ടല്ലോ. ഹൃദയം, അതായത് ഹൃദയം നിറഞ്ഞു കവിയുന്നത് ആണ് വായ സംസാരിക്കുന്നത്. അതൊരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജഡം, അവൻ്റെ സ്വന്തം ഇഷ്ടം ക്രൂശിൽ അവൻ സമർപ്പിച്ച് അവൻ തന്നെ താഴ്ത്തി, കർത്താവിൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് അവൻ തന്നെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, താഴ്ത്തി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അവൻ്റെ ആത്മാവിൽ, അതായത് ഹൃദയത്തിൽ എന്ന് പറയുമ്പോൾ അവൻ്റെ ആത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവ് എൻ്റെ നിയന്ത്രണത്തിലേക്ക് അവൻ്റെ മനസ്സ് നിറഞ്ഞ ചിന്തകളും വികാരങ്ങളും തീരുമാനങ്ങളും ഒക്കെ അധികമായിട്ടും മാറുന്നതിനനുസരിച്ച് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളായിരിക്കും അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത്. എന്നാൽ ഒരു ജഡിക മനുഷ്യൻ, അതിപ്പം വിശ്വാസിയായാലും അവിശ്വാസിയായാലും ജഡത്തിനാണ് അവിടെ മേൽക്കോയ്മ. ഈവൻ എത്ര ആത്മീയരായുള്ള മനുഷ്യരാണെങ്കിൽ പോലും അവർ നിഗളിക്കുന്നു, അവർ ഞാൻ വലിയ ആളാണെന്നൊക്കെ ഉള്ളൊരു നിഗളം വരുമ്പോഴത്തേക്കും, ഞാൻ എന്നുള്ള ഒരു ഭാവം വരുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു സമർപ്പണം അതൊക്കെ അങ്ങ് പോയി, താഴ്മയൊക്കെ അങ്ങ് പോയി, അവർ ഞാൻ ആ ഒരു സ്വയജീവൻ സെൽഫ് ലൈഫ് പ്രൊമിനൻ്റ് ആകുമ്പോഴത്തേക്കും അവരുടെ ഹൃദയത്തിൽ നിറയുന്നതെന്ന് പറഞ്ഞാൽ ആ ജഡത്തിൽ നിന്നുള്ള സംസാരം, സ്വയത്തിൽ നിന്നുള്ള സംസാരമായിരിക്കും. എന്നുവെച്ചാൽ ജഡം ക്രൂശിക്കപ്പെട്ടിട്ടില്ല, അപ്പം പിന്നെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് തരുന്ന അട്രൻസ് ആയിരിക്കത്തില്ല വരുന്നത്, മറിച്ച് ആ ജഡത്തിൽ നിന്ന് ഉള്ള ജഡമാണ് അവൻ്റെ ദേഹി, അതായത് ചിന്തകളെയും വികാരങ്ങളെയും തീരുമാനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത്. അപ്പം ആ ജഡത്തിൻ്റെതായ വാക്കുകളാണ് അവൻ്റെ വൊക്കാബുലറിയിൽ നിന്ന് വരുന്നത്. അത് ഒരുപക്ഷെ എപ്പോഴും ചീത്ത വാക്കുകൾ തന്നെ ആയിരിക്കണമെന്നില്ല, എന്നാൽ ഒരു ചീഞ്ഞളിഞ്ഞ വാക്കുകൾ, പ്യൂട്രിഫൈഡ് വേർഡ്സ്, അൺഹോൾസം വേർഡ്സ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടല്ലേ എഫേസ്യർ 4:29 ലെറ്റ് നോ അൺഹോൾസം വേർഡ് പ്രൊസീഡ് ഫ്രം യുവർ മൗത്ത് എന്ന് നമ്മൾ വായിക്കുമ്പം ആ അൺഹോൾസം എന്നുള്ള ആ ഗ്രീക്ക് വാക്ക് സാപ്രോസ് എന്നുള്ള വാക്കാണ്. സാപ്രോസ് എന്ന് പറഞ്ഞാൽ പ്യൂട്രിഫൈഡ്, അല്ലെങ്കിൽ ചീഞ്ഞളിഞ്ഞത്. സാപ്രോഫൈറ്റ്സ് എന്നൊക്കെ നമ്മൾ ബയോളജിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ റോട്ടൻ ഓർഗാനിസംസിലൊക്കെ അളിഞ്ഞ അഴുക്കിലൊക്കെ ജീവിക്കുന്ന ജീവികളാണ് സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സാപ്രോസ് എന്ന് പറഞ്ഞാൽ റോട്ടൻ, പ്യൂട്രിഫൈഡ്. അപ്പം ജഡത്തിൻ്റെ വാക്കുകൾ, ആകാത്ത വാക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ, ചീഞ്ഞളിഞ്ഞ വാക്കുകൾ. മറ്റുള്ളവർ പരദൂഷണം പറയുന്നത്, ദേഷ്യത്തിൻ്റെ, കോപത്തിൻ്റെ വാക്കുകൾ, പരാതിയുടെ വാക്കുകൾ, പിറുപിറുപ്പിൻ്റെ വാക്കുകൾ, കോപത്തിൻ്റെ, കയ്പിൻ്റെ, വിരോധത്തിൻ്റെ, മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തുന്ന, മറ്റുള്ളവരെ കളിയാക്കുന്ന, ആ ഒരു വമ്പ് പറയുന്ന, നീളം പറയുന്ന, സ്വയം പൊങ്ങച്ചം പറയുന്നത്, തന്നെ ഉയർത്തുന്ന, അങ്ങനെയൊക്കെയുള്ള ആ വാക്കുകൾ, അശുദ്ധമായിട്ടുള്ള വാക്കുകൾ, അശ്ലീല ചൊവ്വയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളും കാര്യങ്ങളും, അങ്ങനെയൊക്കെയുള്ള വാക്കുകളായിരിക്കും. ആ ജഡത്തിനാണ് അവിടെ മേൽക്കോയ്മ. ജഡം എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തിനാണ് മേൽക്കോയ്മയെങ്കിൽ ഇപ്പം വിശ്വാസികളുടെ ജീവിതത്തിലാവട്ടെ അവിശ്വാസികളുടെ ജീവിതത്തിൽ പിന്നെ അതിനേ ഉള്ളൂ. അവർ പിന്നെ അവരുടെ ആ ഒരു ദേഹിയിലുള്ള അറിവും യുക്തിയൊക്കെ വെച്ച് അവർ മാന്യമായിട്ട് സംസാരിക്കുമെങ്കിലും അവരുടെ ജഡത്തിലാണ് അവരെ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ആകാത്ത വാക്കുകൾ അങ്ങനെയുള്ളവർക്ക് പല പ്രലോഭനത്തിൻ്റെയൊക്കെ സമയത്ത് ഈ ആകാത്ത വാക്കുകളൊക്കെ വരുന്നു. അപ്പം ഇവന് വാ തുറക്കുമ്പോഴേ വരുന്നത് അത് നമ്മളിപ്പോൾ ഇവിടെ വെളിപ്പാട് 13-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യത്തിൽ അവൻ ദൈവത്തിൻ്റെ നാമത്തെയും അവൻ്റെ കൂടാരത്തെയും, ആ കൂടാരം സമാഗമന കൂടാരം, ടാബർനാക്കിൾ എന്നുള്ള വാക്ക്, സ്കേനോ എന്നുള്ള വാക്ക്, 3 വാക്യങ്ങളിലാണ് ഈ വെളിപാട് പുസ്തകത്തിൽ സ്കേനോ എന്നുള്ള വാക്ക് വരുന്നത്. ഈ സമാഗമന കൂടാരം എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അപ്പോൾ ആ 3 ഈ ടാബർനാക്കിൾ എന്നുള്ള വാക്ക് സ്വർഗത്തിലെ ആ വാസസ്ഥലത്തെ കുറിക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. നമ്മുടെ ഒന്ന് ഈ വെളിപാട് 13-ന്റെ 6-ാമത്തെ വാക്യമാണ് നമ്മളെന്താ വായിക്കുന്നത്, അവൻ്റെ കൂടാരത്തിൽ സ്വർഗത്തിൽ വസിക്കുന്നവരെയും. ആ സ്വർഗത്തിൽ വസിക്കുന്നവരെന്ന് പറയുമ്പോൾ ആരാ, ഈ ഭൂമിയിൽ അവർ താമസിക്കുന്നത്, പക്ഷേ സ്വർഗത്തിലെ അവരുടെ ആത്മീയവാസം, അവർ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവരാണ്. നമ്മൾ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവരാണെന്നൊക്കെ നമ്മൾ എഫേസ്യർ 2:6-7 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലുള്ള
കർത്താവിൻ്റെ ശിഷ്യന്മാർ സ്വർഗ്ഗവാസികളായിരിക്കും. എന്ന് പറഞ്ഞാൽ അവർ ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിലും സ്വർഗത്തിൻ്റെ വീക്ഷണകോണിൽ കൂടാണ് കാര്യങ്ങളെ കാണുന്നതും പെരുമാറുന്നതും പ്രതികരിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ സ്വർഗീയ കൂടാരത്തിൽ വസിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അവൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ ദുഷിക്കുന്നു, അതായത് യേശുവിൻ്റെ നാമത്തെ ദുഷിക്കുന്നു, അവൻ്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയൊക്കെ, ദൈവത്തിൻ്റെ കൂടാരത്തെ, ദൈവത്തിൻ്റെ സഭയെ, ദൈവത്തിൻ്റെ വാസസ്ഥലത്തെയൊക്കെ ദുഷിക്കുന്ന വാക്കുകൾ, സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിക്കുവാൻ ദൈവദൂഷണത്തിനായിട്ട് ബ്ലാസ്ഫമീസിനായിട്ട് തുറന്നു. ആ സ്കെയിനോ എന്നുള്ള ആ പദം ഇവിടെ വെളിപാട് 13:6 നമ്മൾ കാണുന്നുണ്ട്. പിന്നെ വെളിപാട് 15-ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും സ്വർഗത്തിൻ്റെ ഒരു ഗ്ലിംസ്, ഒരു ദൃശ്യം നമ്മൾ കാണുമ്പം വെളിപാട് 15-ന്റെ 5-ാമത്തെ വാക്യം, ഇതിൻ്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷി കൂടാരമായ ദേവാലയം തുറന്നത് ഞാൻ കണ്ടു, ടെമ്പിൾ ഓഫ് ദി ടാബർനാക്കിൾ ഓഫ് ടെസ്റ്റിമണി എന്നുള്ളൊരു കാര്യം. അവിടെ ഒരു സാക്ഷി കൂടാരം ആകുന്ന ദേവാലയത്തിൻ്റെ ഒരു ദൃശ്യമൊക്കെ സ്വർഗത്തിൽ കാണുന്നതായിട്ട് വെളിപാട് 15:5 നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ പുതിയ ആകാശവും പുതിയ ഭൂമിയും, ആ സമയം നമ്മൾ വെളിപാട് 21-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? വെളിപാട് 21:3 സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം. ദൈവത്തിൻ്റെ വലിയ ആഗ്രഹം അതായിരുന്നു എന്നുള്ള കാര്യം നമ്മളെ ഉൽപ്പത്തി മുതലേ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന് മനുഷ്യരുടെ ഒപ്പം വസിക്കണം. ആദാമിനെ അവ്വയും 6-ാമത്തെ ദിവസത്തിൻ്റെ അവസാന പകുതിയിൽ സൃഷ്ടിച്ചതിന് ശേഷം അവരുടെ ആദ്യത്തെ ദിവസം, 7-ാമത്തെ ദിവസം അവരെ സംബന്ധിച്ചുള്ള ആദ്യത്തെ ദിവസമായിരുന്നു. അവിടെ ദൈവം അവരുടെ കൂടെ വിശ്രമിക്കുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ ഉൽപ്പത്തി 2-ാം അധ്യായത്തിന് ആദ്യത്തെ 3 വാക്യങ്ങളിൽ വായിക്കുന്നത്. എന്നാൽ അവരുടെ റെസ്റ്റ്, അവരുടെ വിശ്രമവും സ്വസ്ഥതയൊക്കെ അങ്ങ് റെസ്റ്റ്ലെസ്നെസ് ആയിപ്പോയി. അവരെ റെസ്റ്റ് ബിക്കെയിം റെസ്റ്റ്ലെസ്നെസ് ബിക്കോസ് ഓഫ് സിൻ. പാപം വന്നതോടുകൂടി അവരെ റെസ്റ്റ്ലെസ് ആയി. അവർ പരസ്പരം പഴിചാരാനും അവർ ദൈവത്തെ തന്നെ കുറ്റപ്പെടുത്താനും, അങ്ങനെ ഏദൻ തോട്ടത്തിൽ നിന്ന് അവർ പുറത്താക്കപ്പെടുന്നു. അതിനുശേഷം മോശയുടെ സമയത്ത് വീണ്ടും ദൈവം പറയുവാണ്, എനിക്ക് നിങ്ങളുടെ ഇടയിൽ വസിക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും അവരുടെ ആ കുഞ്ഞുങ്ങളുടെ കൂടെ ആയിരിക്കണം, ആ കുഞ്ഞുങ്ങളോടുള്ള കൂട്ടായ്മ നല്ലൊരു മാതാവും പിതാവും ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവപിതാവിന്, പുത്രനായ യേശുവിനെ, പരിശുദ്ധാത്മാവിന്, അവർക്ക് ദൈവത്തിന് മനുഷ്യരുടെ ഇടയിൽ വസിക്കുവാനുള്ള വലിയൊരു താല്പര്യം, വലിയൊരു ആഗ്രഹവും ദാഹവും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പേരിക്കും നമുക്കെന്തോ ദൈവത്തോടുള്ള വലിയ കൂട്ടായ്മയ്ക്ക് വലിയ ദാഹമുണ്ട്. എന്നാൽ അത് പരിശുദ്ധാത്മാവ് തന്ന ഒരു ദാഹമാണ് നമുക്കുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ ദാഹത്തിൻ്റെ ഒരു അംശമാണ് നമുക്കുള്ളൂ. യഥാർത്ഥത്തിൽ ദൈവത്തിനാണ് ദാഹം നമ്മളോടൊപ്പം വസിക്കുവാനും തന്നെ നമുക്കായിട്ട് വെളിപ്പെടുത്തുവാനും, അങ്ങനെ നമ്മുടെ ആത്യന്തിക നന്മയ്ക്കായിട്ട് തന്നെ നമ്മുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നൊരു ദൈവം. അപ്പോൾ അങ്ങനെ പുറപ്പാട് എക്സോഡസ് 25-ന്റെ 8-ാമത്തെ വാക്യത്തിൽ മോശയോട് ദൈവം പറയുന്നത്, ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കണം, അവിടെ ദാറ്റ് ഐ മേ ഡ്വെൽ എമംഗ്സ് ദം, നിങ്ങളുടെ കൂടെ വസിക്കുവാനായിട്ട് എനിക്ക് വേണ്ടി ഒരു സാക്ഷ്യപ്പെട്ട ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കണം എന്നുള്ള കാര്യമൊക്കെ വെളിപാട് 25-8 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആ ഒരു ആത്യന്തികമായിട്ടുള്ള ഒരു സമാഗമന കൂടാരമായിട്ട് യേശു തന്നെ വന്ന് ഈ ഭൂമിയിൽ പാർത്തതായിട്ട് നമ്മൾ യോഹന്നാൻ 1:14 അവൻ നമ്മുടെ ഇടയിൽ പാർത്തു, കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആ പാർത്തു എന്നുള്ള വാക്ക് ടാബർനാക്കിളിൻ്റെ എന്നാണ് അതിൻ്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ വേണ്ടത്. സ്കെയിനോ എന്നുള്ളൊരു പദം അവിടെ, ഇതേ സ്കെയിനോ എന്നുള്ള അതേ പദം തന്നെയാണ്, അതിൻ്റെ വേർബൽ ഫോമാണ് അവിടെ നമ്മൾ യോഹന്നാൻ 1:14 നമ്മൾ വായിക്കുന്നത്. ഹി ഡ്വെൽറ്റ് അമംഗ് അസ്, ഹി ടാബർനാക്കിൾ. കർത്താവ് ഒരു സമാഗമന കൂടാരമായിട്ട് കർത്താവ് നമ്മളുടെ ഇടയിൽ പാർത്തു. നമ്മുടെ ദൈവത്തിന് നമ്മളുടെ കൂടെ പാർക്കുവാനാണ് ദൈവത്തിൻ്റെ വലിയ ആഗ്രഹം. അപ്പോൾ ദൈവം തന്നെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്ന് നമ്മളുടെ ഇടയിൽ പാർത്തു, നമ്മളുള്ള കൂട്ടായ്മയ്ക്കായിട്ട്. എങ്കിലും പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിലേക്ക്, ബാക്കി മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക്, യേശുവിൻ്റെ ഹൃദയത്തിൽ യേശു മനുഷ്യനായിട്ട് വന്നു എന്ന് യേശുവിൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ബാക്കിയുള്ളവരുടെ ഹൃദയത്തിലേക്ക് പെന്തക്കോസ്ത് നാൾ മുതലേ പരിശുദ്ധാത്മാവിന് വരാൻ സാധിച്ചത്, അവരുടെ ആത്മാവിലേക്ക് വരാൻ സാധിച്ചത്. അതുവരെയും പരിശുദ്ധാത്മാവ് അവരുടെ മേലെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിനുശേഷം സഭയിൽ നമ്മളെ തന്നെ ദൈവം തൻ്റെ ആലയമാക്കി തീർക്കുന്നു. അപ്പം നമ്മളിൽ ദൈവം വസിക്കുന്നു. പിന്നെ നമ്മളുടെ കുടുംബത്തിൽ, അങ്ങനെയുള്ള ഭാര്യയും ഭർത്താവും മക്കളുമുള്ള ആ കുടുംബത്തിൽ ദൈവം വസിക്കുന്നു. പിന്നെ സഭയാകുന്ന കുടുംബത്തിൽ ദൈവം വസിക്കുന്നു. പിന്നെ ആത്യന്തികമായിട്ട് പിന്നെ കർത്താവിൻ്റെ 2ാമത്തെ വരവ്, സഹസ്രാബ്ദ വാഴ്ച, അതെല്ലാം കഴിഞ്ഞ് ദൈവത്തിന് ആത്യന്തികമായിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും, ദൈവത്തിൻ്റെ ശരിക്കുള്ള മാസ്റ്റർ പ്ലാൻ അവിടെ വെളിപ്പെടുമ്പോഴും ആദ്യം തന്നെ പറയുന്നത് എന്താ, ഈ മാസ്റ്റർ പ്ലാനൊക്കെ ആയിക്കഴിഞ്ഞാൽ അതേ കണ്ടോ, ഇപ്പം ഒരു വലിയൊരു വീടൊക്കെ മുഴുവൻ അതേ കണ്ടോ, അതേ വലിയ പുതിയ വീട് എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ എല്ലാം ഫുൾഫിൽഡ് ആയിട്ട്, ബിഹോൾഡ്
ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ സ്കെയിനോ കൂടാരം, സമാഗമന കൂടാരം. ബിഹോൾഡ് ദ ടാബർനാക്കിൾ ഓഫ് ഗോഡ് ഇസ് എമംഗ് മെൻ. അത് നമ്മൾ വെളിപാട് 21 3 വാക്യത്തിൽ വായിക്കുന്നത്. അവൻ അവരോടുകൂടെ വസിക്കും. ദൈവത്തിൻ്റെ ആഗ്രഹം സഫലമായി. എൻ്റെ കുഞ്ഞുങ്ങളോടുകൂടി എനിക്കിപ്പം സ്വസ്ഥമായിട്ട് വസിക്കാം. സാത്താനൊക്കെ തീപ്പൊയ്കയിലായി കഴിഞ്ഞു. വെളിപാട് 20 അവസാനത്തെ വാക്യങ്ങളിൽ സാത്താനെ തീപ്പൊയ്കയിലോട്ട് എടുത്തിടുന്ന കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നു. സാത്താനെയും ക്രിസ്തുവിനെയും കള്ളപ്രവാചനെയും എല്ലാം തീപ്പൊയ്കയിലോട്ടൊക്കെ എടുത്തിട്ടോളും. പിന്നെ അവൻ്റെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം അവിടെ തീപ്പൊയ്കയെ കാണും. 15 വാക്യം, ആ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എല്ലാം തീപ്പൊയ്കയെ കാണും. അതിനുശേഷം പുതിയ ആകാശവും പുതിയ ഭൂമിയും, അവിടെ ദൈവം സ്വസ്ഥമായിട്ട് കുഞ്ഞുങ്ങളോടുകൂടി നമ്മളോടുകൂടി നമ്മൾ ഓരോരുത്തരും അവിടെ ആയിരിക്കണമല്ലോ. അതാണ് നമ്മൾ വായിക്കുന്ന വെളിപാട് 21:3 അവൻ അവരോടുകൂടി വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. ഗോഡ് ഹിംസെൽഫ് വിൽ ബി എമംഗ് ദം. ആ ദൈവത്തിൻ്റെ വലിയ ആഗ്രഹം നമ്മളോടൊപ്പം വസിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ എന്നാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തോടൊപ്പം വസിക്കുന്നവരെ ദുഷിക്കുന്ന ഈ എതിർക്രിസ്തുവിനെ കുറിച്ച് ഇപ്പം നമ്മൾ വായിച്ചത്. അതായത് വെളിപാട് 13 വാക്യത്തിൽ അവൻ ദൈവത്തിൻ്റെ നാമത്തെ ദുഷിക്കുന്നു, അവൻ്റെ കൂടാരം എന്ന് പറയുമ്പം സഭയെ എല്ലാം അതിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ കൂടാരമായിട്ടുള്ള സഭയെ ദുഷിക്കുന്നു. പിന്നെ സ്വർഗത്തിൽ വസിക്കുന്നവരെ, ഈ കൂടാരത്തിൽ വസിക്കുന്നവരായിട്ടുള്ളവരെ, ഈ കൂടാരത്തിന് അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തോട് ചേർന്ന് വസിക്കുന്നവരെ അവൻ ദുഷിക്കുവാൻ ദൈവദൂഷണത്തിനായിട്ട് വാ തുറന്നു. നമ്മൾ ഈ എതിർക്രിസ്തുവിൻ്റെ നാവിനെക്കുറിച്ച് നമ്മൾ ഇപ്പം കഴിഞ്ഞ 5 വാക്യത്തിൽ നമ്മൾ കണ്ടു. അവൻ വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായെന്ന്. വെളിപാട് 13:5 വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായി അതിന് ലഭിച്ചു. 42 മാസം, അതായത് 3.5 വർഷം പ്രവർത്തിക്കാൻ അധികാരം ലഭിച്ചപ്പോൾ വമ്പും ദൂഷണമുള്ള നാവ്. അവൻ്റെ നാവിനെക്കുറിച്ച് വീണ്ടും ആ 2 വാക്യത്തിൽ സിംഹത്തിൻ്റെ വായ് പോലെയായിരുന്നു അവൻ്റെ വായ്. അപ്പം ആ വായി കുറിച്ച് വളരെ ദൈവാത്മാവ് വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് നൽകുക. അപ്പം വലിയ വാഗ്വൈഭവമുള്ള ഒരു ഭയങ്കര ഒറേറ്ററി സ്കിൽസും ഭയങ്കര വാഗ്വൈഭവവും ഭയങ്കര അക്ഷരസ്ഫുടതയും ഭയങ്കര പ്രസംഗ പാഠവും ഒക്കെയുള്ള വലിയ ലോക നേതാവായിരിക്കും, വാഗ്വൈഭവമൊക്കെ ഉള്ള. അപ്പം അവന് പക്ഷേ ഈ വാ തുറന്ന സംസാരിക്കുന്നത് എന്താ? ദൈവത്തെ ദുഷിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ഇവൻ്റെ വായെക്കുറിച്ച് പറയുന്ന വാക്യങ്ങളൊക്കെ നമ്മളിപ്പോൾ റെഫറൻസ് വായിച്ച് കേട്ടു. നമ്മളിപ്പോൾ ഇവിടെ 2 വാക്യത്തിൽ, 5 വാക്യത്തിൽ, 6 വാക്യത്തിലെല്ലാം ഇവൻ്റെ വായെക്കുറിച്ച് 3 വട്ടം പറഞ്ഞിരിക്കുന്ന കാര്യം വായിച്ചു. ദാനിയേലിൻ്റെ പുസ്തകം 7 അധ്യായത്തിലേക്ക് നമ്മളൊന്ന് ചെല്ലുവാണെങ്കിൽ നമ്മളിപ്പം ആ വാക്യങ്ങളെ റെഫറൻസസ് ഇപ്പോൾ നമ്മൾ വായിച്ച് കേട്ടല്ലോ. ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് പോവാം. നമ്മളിപ്പം പോയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പോകുന്നത്? ദാനിയേലിൻ്റെ പുസ്തകം 7 അധ്യായത്തിൻ്റെ 8 വാക്യം വായിക്കുവാണെങ്കിൽ അവിടെ എന്താ? ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ്, ആ ചെറിയ കൊമ്പ് എതിർക്രിസ്തു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കണ്ടായിരുന്നു, മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 പേരോട് പറഞ്ഞുപോയി, ഈ കൊമ്പിൽ മനുഷ്യൻ്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായു ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ചില അസുഖത്തിനൊക്കെ നമ്മൾ പറയും പതഗ്നോമോണിക്. ഈ സിംറ്റം ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് പതഗ്നോമോണിക് ഓഫ് ദിസ് ഡിസീസ് എന്നൊക്കെ മെഡിക്കൽ സയൻസിൽ പറയും. പതഗ്നോമോണിക് എന്ന് പറഞ്ഞാൽ അതുണ്ടോ, അതെങ്കിൽ പിന്നെ അതാ വെച്ചാൽ ഇന്ന ബ്ലഡ് ടെസ്റ്റിൽ ഇത്ര ലെവൽസ് ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഡയഗ്നോസിസ് ഇത് തന്നെ എന്ന് പറയുന്നത് പോലെ ഇവന് വമ്പ് പറയുന്ന വാ ഉണ്ടോ? അപ്പം എന്തേ ഇത് ക്രിസ്തു വമ്പ് പറയുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ അതുപോലെ വമ്പ് പറയുന്ന വാ, അതായത് നമ്മൾ മൗത്ത് അട്ടറിങ് ഗ്രേറ്റ് ബോസ്, ഭയങ്കര ബോസ്റ്റിങ്, ഭയങ്കര സ്വയപ്രശംസ. അമ്പട ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയ പുള്ളിയാണ്. നമ്മളുടെ ജഡത്തിലുള്ള ഒരു ടെംപ്റ്റേഷനാണ് ഈ ഒരു വമ്പ് പറയാനുള്ള കാര്യങ്ങൾ നമ്മളെ തന്നെ ഉയർത്താനും നമ്മളെ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പുറപ്പാട് 30 അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. ഇൻസെൻസ്, അവിടെ ഈ സുഗന്ധവർഗ്ഗമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് എവിടെ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ? സമാഗമന കൂടാരത്തിലേ ഉപയോഗിക്കാവുള്ളൂ. സ്വയമായിട്ട് മണക്കാനായിട്ട് ഈ ഇൻസെൻസ് ഉപയോഗിച്ച് അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ സ്വയമായിട്ട് ദൈവത്തിൻ്റെ സൗരഭ്യം, ക്രിസ്തുവിൻ്റെ സൗരഭ്യം, അത് സഭയിൽ ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ട് ദൈവത്തിന് മണക്കാനുള്ള ഒരു സൗരഭ്യമാണ് അവിടെ സഭയിലായിരിക്കുന്നവർക്കൊക്കെ ദൈവം അനുവദിക്കുന്നത് പോലെ മണക്കാനുള്ളത്. എന്നാൽ നമുക്കായിട്ട് മണക്കാനായിട്ട് നമ്മളുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ നമുക്കായിട്ട് ഞാൻ എത്ര വലിയ ആത്മീയ മനുഷ്യനാണ്, ഞാൻ എത്ര വലിയ ആത്മീയ സഹോദരനാണ്, സഹോദരിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു പക്ഷേ ഞായറാഴ്ച മീറ്റിങ്ങിലില്ലാത്തതിൽ പുറപ്പാട് പുസ്തകം 30 അധ്യായത്തിലെ വാക്യങ്ങൾ നമ്മൾ കണ്ടല്ലോ. പുറപ്പാട് 30 അധ്യായത്തിൽ അവിടെ
അതിൻ്റെ ഈ ധൂപവർഗം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് 34 മുതലുള്ള വാക്യങ്ങൾ ഇടിച്ചു പിടിച്ചൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ 36ാമത്തെ വാക്യത്തിലൊക്കെ വായിച്ചിട്ട് 37ാമത്തെ വാക്യത്തിൽ ഈ ഉണ്ടാക്കുന്ന ധൂപവർഗത്തിൻ്റെ യോഗത്തിന്, അതായത് ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ ആ റെസിപ്പി എന്നൊക്കെ പറയുന്നത് പോലെ യോഗത്തിന് ഒത്തതായി നിങ്ങൾക്ക് ഉണ്ടാക്കരുത്, നിങ്ങൾക്കായിട്ട് ഇത് ഉണ്ടാക്കരുത്. ഇത് നമ്മളുടെ ആ ഒരു സ്വയവിശുദ്ധിയുടെ നമുക്കായിട്ട് ഞാനത്ര വലിയ നല്ലയാൾ എന്ന് പറയുന്ന ആ ഒരു വമ്പ് പറയുന്ന ആ ഒരു നിങ്ങൾക്കായിട്ടുണ്ടാക്കുക, അത് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം, അത് ദൈവത്തിനായിട്ട് വേണ്ടിയുള്ളത് മാത്രമായത്. മണക്കേണ്ടതിന് അതുപോലെ ആരെങ്കിലും ഉണ്ടാക്കിയാൽ 38ാമത്തെ വാക്യം അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം. അപ്പം പലരും വിശ്വാസത്തിൽ നിന്നും സഭയിൽ നിന്നും വീണു പോയിരിക്കുന്നതിൻ്റെ കാര്യം എന്താ, അവർ ഞാൻ എത്ര വലിയ നല്ല മനുഷ്യൻ, ഞാനുണ്ടാക്കിയ ബാബിലോൺ, മഹദിയാം ബാബിലോൺ എന്ന് അവിടെ ദാനിയേൽ 4:30 ഞാൻ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ടുണ്ടാക്കിയ മഹദിയാം ബാബിലോൺ, അതാ ഈ ഫ്രേഗ്രൻസ് ഉണ്ടാക്കി സ്വയമായിട്ട് മണപ്പിക്കുന്ന ഒരു കാര്യം. ഞാൻ എത്ര വലിയ നല്ല മനുഷ്യൻ, ഞാൻ എത്ര ദൈവത്തിനായിട്ട് എന്തെല്ലാം ചെയ്തിരിക്കുന്നു, ഞാൻ എൻ്റെ ത്യാഗങ്ങൾ, എൻ്റെ സാക്രിഫൈസസ്, എൻ്റെ കഷ്ടപ്പാടുകൾ. അപ്പം അങ്ങനെ നമ്മളെ തന്നെ ഉയർത്തുന്ന ആ ഒരു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് നമ്മൾ വീണു പോകാനും, അങ്ങനെ നമ്മളങ്ങ് തുടർന്ന് വിശ്വാസത്തിൽ നിന്ന് തന്നെ വീണു പോകുന്ന ഒരു അധപ്പതനത്തിലേക്ക് വരെയും പോയി പോകാവുന്ന ഒരു കാര്യമായിട്ടാണ് അതിൻ്റെ ഒരു വാർണിംഗ് നമ്മൾ കാണുന്നത്. അപ്പം അവിടെ നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം 7ാം അധ്യായത്തിൻ്റെ 8ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിച്ചത്, വമ്പ് പറയുന്ന വായു ഉണ്ടായിരുന്നു. 8ാമത്തെ വാക്യം വായിച്ചു. പിന്നെ 11ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പം ദാനിയേലിൻ്റെ പുസ്തകം 7ാം അധ്യായത്തിൻ്റെ 11ാമത്തെ വാക്യമാണ് എന്താ നമ്മൾ വായിക്കുന്നത്, കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദ നിമിത്തം ഞാൻ അന്നേരം നോക്കി, അവർ മൃഗത്തെ കൊല്ലുകയും അതിൻ്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. അതാ 11ാമത്തെ വാക്യം. ഐ കെപ്റ്റ് ലുക്കിംഗ് ബിക്കോസ് ഓഫ് ദ സൗണ്ട് ഓഫ് ദ ബോസ്റ്റ്ഫുൾ വേർഡ്സ് വിച്ച് ദ ഹോൺ വാസ് സ്പീക്കിംഗ്. ആ ഒരു ഭയങ്കര വമ്പ് പറയുന്ന വാക്കുകളൊക്കെ അതിൻ്റെ സൗണ്ട് കണ്ട് താൻ നോക്കിക്കൊണ്ടിരുന്നതായിട്ടാണ് ദാനിയേൽ പറയുന്നത് നമ്മളിവിടെ വായിക്കുന്നത്. അവിടെ ആ ഒരു വായിലെ ആ ഒരു വലിയ വമ്പ് പറയുന്ന ബോസ്റ്റിംഗ് കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നു. പിന്നെ 25ാമത്തെ വാക്യത്തിൽ അതേ കാര്യം തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 7:25 അവർ അത്യുന്നതനായതിന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും എന്ന് പറഞ്ഞാൽ 3.5 വർഷം അവർ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും എന്നുള്ളൊരു കാര്യം, ആ 3.5 വർഷക്കാലത്തിൻ്റെ കാര്യം. അപ്പം അവിടെയും എല്ലാം ഈ ഒരു ദാനിയേലിൻ്റെ പുസ്തകം കർത്താവ് വരുന്നതിനും 500ഓളം വർഷങ്ങൾക്ക് മുമ്പ് 530 BC-യിലൊക്കെയാണ് ഇത് ബാബിലോണിൽ വെച്ച് എഴുതപ്പെട്ട പുസ്തകമായിട്ടാണ് ദാനിയേലിൻ്റെ പുസ്തകം നമ്മൾ മനസ്സിലാക്കുന്നത്. കർത്താവ് വരുന്നതിന് 530 വർഷങ്ങൾ മുമ്പേ ഇത് എഴുതപ്പെട്ടു. പിന്നെ യോഹന്നാൻ അപ്പോസ്തലൻ 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം, അതായത് 90-96 AD എഴുതിയ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ എത്ര കോറിലേറ്റിംഗ് ആയിട്ട്, എത്ര എക്സാക്റ്റ് ആയിട്ടെല്ലാം മാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ശരിക്കും ഇത് പരിശുദ്ധാത്മാവ് എഴുതിയ, പരിശുദ്ധാത്മാവിൻ്റെ ശ്വാസമുള്ള പുസ്തകമാണെന്നുള്ളൊരു കാര്യം അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഏതൊരു ആർക്കിയോളജിക്കൽ എവിഡൻസിനെക്കാട്ടിലും ദൈവാത്മാവിനാൽ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു പുസ്തകം. അതാണ് നമ്മൾ ദാനിയേൽ 7-ന്റെ 8, 11, 25 വാക്യങ്ങൾ നമ്മൾ കണ്ടു. പിന്നെ മത്തായി 12-ന്റെ 34 നമ്മളിപ്പം ഓൾറെഡി നമ്മൾ റെഫറൻസ് പറഞ്ഞു, ഹൃദയം നിറഞ്ഞ കവിയുന്ന വായ സംസാരിക്കുന്ന കാര്യം. പിന്നെ 1 പത്രോസിൽ ദൈവത്തിൻ്റെ കണ്ണിൽ വലിയ വിലയേറിയായിട്ടുള്ള കാര്യം, അത് സഹോദരിമാരെ സംബന്ധിച്ച് അവിടെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് സഹോദരന്മാരെ സംബന്ധിച്ചും ഏറ്റവും കറക്റ്റായിട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും സൗമ്യതയും സാവധാനതയുള്ള ആത്മാവ് ആർക്കായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ അത് യേശു കർത്താവിനായിരുന്നു ഉണ്ടായിരുന്നത്. 1 പത്രോസ് 3-ന്റെ 4-ാമത്തെ വാക്യം, ദാറ്റ് ഇസ് പ്രഷ്യസ്, അത് ദൈവസന്നിധിയിൽ വിലയേറിയതായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഏറ്റവും വിലയേറിയ ഒരു കാര്യം നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുമ്പോൾ ഇത്ര വില കൂടിയ കാര്യം ഗിഫ്റ്റായിട്ട് കിട്ടിയല്ലോ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ദൈവം ഏറ്റവും വിലമതിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ ദിവ്യ സ്വഭാവം തന്നെ. ആ ദിവ്യ സ്വഭാവമാണ് നമ്മളിവിടെ പരിശുദ്ധാത്മാവ് എങ്ങനെ അത് പത്രോസിലൂടെ പറഞ്ഞിരിക്കുന്നത്, സൗമ്യതയും സാവധാനതയുമുള്ള ജെന്റിൽ ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ്, ഒരു സൗമ്യതയും സാവധാനമുള്ള മനസ്സ് എന്നുള്ള ട്രാൻസ്ലേഷൻ, സത്യവേദ പുസ്തകത്തിൽ ട്രാൻസ്ലേഷൻ മനസ്സ് എന്നുള്ള ട്രാൻസ്ലേഷൻ തെറ്റാ. ന്യൂമ എന്നുള്ള ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ സ്പിരിറ്റ് എന്ന് തന്നെ ന്യൂമ എന്നുള്ള ഗ്രീക്ക് പദം. അപ്പോൾ സൗമ്യതയും സാവധാനതയുമുള്ള ആത്മാവ്, നമ്മുടെ ആത്മാവിൽ ഓഫ്കോഴ്സ് മനസ്സിൽ ആ സൗമ്യതയും സാവധാനതയൊക്കെ റിഫ്ലക്റ്റ് ആയിക്കോളും. പക്ഷേ ആത്മാവിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ ഒന്ന് നിറഞ്ഞ് കർത്താവിൻ്റെ ആ സൗമ്യതയും കർത്താവിൻ്റെ സാവധാനത, ആ ഒരു ക്വയറ്റ്നെസ്, ആ ഒരു നമ്മുടെ ഒന്നും മിണ്ടാതിരിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ മിണ്ടുന്നുള്ളൂ. എപ്പോഴും ഇങ്ങനെ കലകലാന്ന് ചലിച്ചുകൊണ്ടിരിക്കുകയല്ല, മറിച്ച് കർത്താവിൻ്റെ ആ ഒരു ജെൻറ്റിൽനെസ്സും ക്വയറ്റ്നെസ്സും ഒക്കെ ഉള്ള ആ ഒരു, അത് അക്ഷയഭൂഷണമാണ്. അതൊരു ഇംപെറിഷബിൾ ക്വാളിറ്റിയാണ്. അത് ഇംപെറിഷബിളാണ്. അതങ്ങ് ക്ഷയിച്ചു പോകാത്ത ഉള്ളൊരു ആഭരണമാണ്. ബാക്കി സ്വർണവും
ഈനോ ബാക്കിയുള്ള ആഭരണ ഭൂഷണാദികളൊക്കെ അങ്ങ് എല്ലാം എല്ലാം ക്ഷയിച്ചു പോകുന്ന കാര്യങ്ങളാണ്. എന്നാൽ അക്ഷയഭൂഷണമായിട്ടുള്ള ക്ഷയിക്കാത്തൊരു ഭൂഷണം, ക്ഷയിക്കാത്തൊരു ആഭരണമായിട്ടുള്ള ആ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം ആ സൗമ്യതയും സാവധാനതയുള്ള ആത്മാവെന്ന ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ, ദ ഹിഡൻ പേഴ്സൺ ഓഫ് ദ ഹാർട്ട്, നമ്മളുടെ ആത്മാവിലുള്ള ആത്മമനുഷ്യൻ്റെ ആ ഒരു സൗമ്യതയും സാവധാനതയുള്ള ആ ഒരു ആത്മാവ്, അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ വിലയേറിയ കാര്യങ്ങളാണ്. അതാ ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നാൽ വമ്പ് പറയുന്ന നാവാണ് സാത്താനും എതിർ ക്രിസ്തുവിനും ഒക്കെ ആ കാര്യങ്ങളാണ് ഉള്ളതെന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. പിന്നെ ഭൂവാസികളെക്കുറിച്ചും സ്വർഗീയവാസികളെക്കുറിച്ചും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഈ വാക്യത്തിൽ കണ്ടു. വെളിപാട് 13:6 വാക്യത്തിൽ സ്വർഗത്തിൽ വസിക്കുന്നവരെ എവരും ദൂഷിക്കുന്നേ, ഭൂമി വസിക്കുന്നവരും ഇവൻ്റെ കൂട്ടത്തിലുള്ളവനാ അവരാ, അപ്പം പിന്നെ ദൂഷിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ ഭൂവാസികളെക്കുറിച്ച് നമ്മൾ 8 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ 6 വാക്യത്തിൽ നമ്മൾ തിരിച്ച് വെളിപാട് 13 വെളിപാട് 13:6 സ്വർഗത്തിൽ വസിക്കുന്നവരെ, വെളിപാട് 13:8 ഭൂവാസികളൊക്കെയും, ഭൂമിയിൽ വസിക്കുന്നവരാ ഭൂവാസികൾ. പിന്നെ വെളിപാട് 13 12 വാക്യം നോക്കിയാൽ ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ദോസ് ഹു ഡ്വെൽ ഓൺ ദ എർത്ത് ആൻഡ് ദോസ് ഹു ഡ്വെൽ ഇൻ ഹെവൻ. അവിടെ വലിയൊരു കോൺട്രാസ്റ്റ്, അത് അന്ത്യകാലം ആകുമ്പോഴത്തേക്കും കൂടുതൽ ആ കാര്യങ്ങൾ വെളിവായിക്കൊണ്ടിരിക്കും. ഭൂമിയിൽ വസിക്കുന്നവരാരാ, സ്വർഗത്തിൽ വസിക്കുന്നവരാരാ. നമ്മൾ ഭൂമിയിലാണോ വസിക്കുന്നത്, സ്വർഗത്തിലാണോ വസിക്കുന്നത്? നമ്മളെ സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്ന നമ്മുടെ ആത്മാവിൻ്റെ തലത്തിൽ. എന്നാൽ ഉയരത്തിലുള്ളത് ചിന്തിക്കുവിൻ, അല്ലെങ്കിൽ ഉയരത്തിൽ തന്നെ മനസ്സുറപ്പിക്കുവിൻ എന്നാണ് നമ്മളെവിടെ വായിക്കുന്നത്? കൊളോസ്യർ 3:2 വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം ഇഷ്ടത്തെ കർത്താവിനെ താഴ്ത്തി സമർപ്പിച്ച്, കർത്താവിൻ്റെ ഇഷ്ടം പോലെ അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ സമർപ്പിച്ചൊരു 0 ആയിട്ട് മുൻപാകെ താഴ്ത്തുമ്പോൾ, ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മളിൽ ഒന്ന് നിറഞ്ഞ് നമ്മളെ സ്വർഗീയ സ്ഥലങ്ങളിൽ നമ്മളെ ആത്മാവിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. നമ്മളുടെ ദേഹിയും നമ്മുടെ ചിന്തകളും വികാരങ്ങളും തീരുമാനങ്ങളും ഒക്കെ ആ സ്വർഗത്തിൻ്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാലുള്ള ഒരു നിയന്ത്രണത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ മനസ്സ് എവിടെ സെറ്റ് ചെയ്തിരിക്കുന്നേ, അവിടെ സ്വർഗത്തിൻ്റെ തലത്തിൽ. അതാ സ്വർഗീയവാസികളായിട്ടുള്ളവർ. പിന്നെ കർത്താവ് രണ്ടാമത് വരുമ്പോൾ നമ്മൾ പുനരുദ്ധാന ശരീരത്തോടെ ജയിക്കുന്നവരെ കർത്താവ് തൻ്റെ സിംഹാസനത്തിൽ പുനരുദ്ധാന ശരീരത്തോടെ ഇരുത്തും എന്നുള്ളൊരു കാര്യം. നമ്മുടെ ആത്മാവ്, ദേഹം ആത്മാവിൻ്റെ തലത്തിൽ ഓൾറെഡി ഇരുത്തപ്പെട്ടു, ദേഹിയുടെ തലത്തിൽ നിന്ന് ഇരുത്തപ്പെട്ടുകൊണ്ടേയിരിക്കണം. പിന്നെ കർത്താവ് ദേഹത്തിൻ്റെ തലത്തിൽ പുനരുദ്ധാന ശരീരത്തോടുകൂടി കർത്താവിൻ്റെ കൂടെ ജയിക്കുന്നവർക്ക് അവിടെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും എന്ന് നമ്മൾ വെളിപാട് 3:21 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ സ്വർഗീയവാസികളായി തീരണം. നമ്മളുടെ ഇന്നത്തെ ഒരു പല കാര്യങ്ങളും, നമ്മളുടെ ജോലിയാവട്ടെ, വീട്ടിലെ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും പല കാര്യങ്ങളും നമ്മൾ ഇടപെടുമ്പം ഒരു സ്വർഗീയ വീക്ഷണവും കൂടെ കാര്യങ്ങളെ കാണുമ്പം നമുക്കൊരു സാവകാശമുണ്ട്, സമാധാനമുണ്ട്. ദൈവത്തിൻ്റെ കൺട്രോളിലായെല്ലാം. നമ്മൾ ഭൂമിയുടെ ആ പെർസ്പെക്റ്റീവിൽ വീക്ഷണവും കൂടെ കാണുമ്പോൾ നമുക്ക് ടെൻഷനായിരിക്കും, എപ്പോഴുള്ളവർക്ക് അതെന്താവും. പക്ഷേ കർത്താവിൻ്റെ വീക്ഷണവും കൂടെ കാര്യങ്ങളെ കാണുവാൻ ദൈവം തന്നെ നമ്മളെ സഹായിക്കണം. ആ കാഴ്ചയ്ക്കുള്ള ലേപം തരണം. നമ്മൾ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മളുടെ ചിന്തകളെ നവീകരിക്കും, നമ്മളുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യും. നമ്മളുടെ തീരുമാനങ്ങൾ, നമ്മൾ എന്ത് കാണണം, എന്ത് പറയണം, എന്ത് ചെയ്യണം, എന്ത് പറയരുത്, എന്ത് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാദികമായിട്ട് നിയന്ത്രിക്കുമ്പോൾ ആ സ്വർഗീയമായിട്ടുള്ള വീക്ഷണവും കൂടെ കാര്യങ്ങളെ കാണുവാനും അങ്ങനെ കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ ദൈവം നമ്മളെ സഹായിക്കും. അങ്ങനെ സ്വർഗീയവാസികളാകാൻ ദൈവം നമ്മളെ ശീലിപ്പിക്കട്ടെ. പിന്നെ നമുക്ക് 7 വാക്യം കൂടി ഇപ്പോൾ നമുക്ക് വായിക്കാം. വാക്യം 7: വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. എതിർക്രിസ്തുവിന്റെ സമയത്തും ഭൂമിയിൽ വിശുദ്ധന്മാരുണ്ടായിരിക്കും എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്ന മറ്റൊരു വാക്യമാണിത്. കാരണം അവൻ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യും എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നല്ലോ. വീണ്ടും ജനിച്ച ക്രിസ്ത്യാനികളെയാണ് പുതിയ നിയമത്തിൽ ഉടനീളം വിശുദ്ധന്മാർ എന്ന് പരാമർശിച്ചിരിക്കുന്നത്. എതിർ ക്രിസ്തു അവരെ ശാരീരികമായി നശിപ്പിക്കും, അവരെ കൊല്ലും. എന്നാൽ അവരുടെ ആത്മാക്കളെ കീഴ്പ്പെടുത്തുവാൻ അവന് ആവില്ല. അതെ, പിശാചിന് നമ്മുടെ ശരീരത്തെ മാത്രമേ തൊടുവാൻ കഴിയൂ. രോഗങ്ങളിലൂടെയും പിശാചിന് നമ്മുടെ ദേഹത്തെ സ്പർശിപ്പാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ ആത്മാക്കളെ തൊടുവാൻ അവനാവില്ല. ആത്മാവിൽ നാം കീഴടക്കുന്നവരാണ്. സാത്താന്റെ ദൂതന് ജഡത്തിലെ ശൂലം കൊണ്ട് പൗലോസിന്റെ ശരീരത്തെ മാത്രമേ തൊടുവാൻ കഴിഞ്ഞുള്ളൂ. 2 കൊരിന്ത്യർ 12:7.
പൗലോസിന് ദോഷം ചെയ്യുവാൻ അവനെ കഴിഞ്ഞില്ല. നേരെ മറിച്ച് ജഡത്തിലെ ശൂലത്തെ പൗലോസ് ഒരു അനുഗ്രഹമാക്കി ദൈവം മാറ്റി. എതിർ ക്രിസ്തു വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തു അവരെ ജയിക്കുകയും അത്യുന്നതന് വിരോധമായി വന്ന് പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ദാനിയേൽ 7:22 മുതൽ 25 വരെ ചെയ്യുന്നത് കണ്ടു. ദാനിയേൽ പരവേശനായി എന്ന് നാം വായിക്കുന്നു. ദൈവത്തിന്റെ നിയമങ്ങൾ മനുഷ്യന്റെ മോഹങ്ങൾക്ക് അനുസരിച്ച് മാറ്റുവാൻ ശ്രമിക്കുന്നത് നാം ഇപ്പോഴേ കാണുന്നു. ദൈവജനം അവന്റെ കൈകളിൽ 3.5 വർഷം നിസ്സഹായരായിരിക്കും എന്ന് അക്കാലത്തെ കുറിച്ച് നാം വായിക്കുന്നു. 25-ാം വാക്യം ലിവിംഗ് ബൈബിളില്. ദാനിയേൽ ഇതേപ്പറ്റി ദൂതനോട് ചോദിച്ചപ്പോൾ വയോധികനായവൻ വന്നു അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്വം കൈവരിക്കുന്ന കാലം വരികയും ചെയ്യുവോളം മാത്രമേ ഇത് നിലനിൽക്കൂ എന്നായിരുന്നു മറുപടി. 21-ാം വാക്യം. ദൈവജനത്തിന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുകയും അവർ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലം വരുന്നു. പിതാവിന്റെ മഹത്വത്തോടെ യേശു ക്രിസ്തു വീണ്ടും വരുന്ന സമയത്ത് ആണിത്. അപ്പോൾ അവിടുന്ന് അവർക്ക് ഭരിപ്പാനുള്ള അധികാരം നൽകും. എന്നാൽ ന്യായവിസ്താര സഭ ഇരുന്നുകൊണ്ട് അവന്റെ ആധിപത്യം എടുത്തു കളഞ്ഞ് അന്തം വരെ നശിപ്പിച്ച് മുടിപ്പിക്കും. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴ് എല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. 26 വാക്യങ്ങളുടെ 26-ഉം 27. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഇപ്പൊ നമ്മൾ വായിച്ച്. 7-ാമത്തെ വാക്യത്തിൽ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുവാനും, അതാ അപ്പം നമ്മൾ ഇപ്പോൾ അത് കണ്ടു, നമ്മൾ ഓൾറെഡി ആ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നല്ലോ. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യാതൊക്കെ വേണം വിശുദ്ധന്മാർ ഭൂമിയിലുണ്ടായിരുന്നു. അപ്പം സഭ അങ്ങ് എടുക്കപ്പെടുമെന്ന് പ്രീ ട്രിബുലേഷൻ റാപ്ചറുകാർ പറയുന്നത് പോലെ ആയി പോവുകയാണെങ്കിൽ ഈ വിശുദ്ധന്മാരെ ഇവിടുന്ന് കൊണ്ടുവരും. പിന്നെ വേറെ പല ഇൻ്റർപ്രിട്ടേഷൻസും കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. എന്നാൽ വചനത്തിലുള്ള വ്യക്തമായിട്ടുള്ള ആ ഒരു കാര്യം നമുക്ക് ആർക്കും മഹോപദ്രവം ഇഷ്ടമായിട്ടല്ല, നമ്മുടെ ആരുടെയും ജഡത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല മഹോപദ്രവം. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന ആ ഒരു കാര്യം നമുക്കായിട്ടത് കൂട്ടിക്കളയാൻ ആവില്ലല്ലോ. ഈ പ്രീ ട്രിബുലേഷൻ റാപ്ചറിൻ്റെ ആ ഒരു ഡോക്ടറിൻ തന്നെ 19-ാം നൂറ്റാണ്ടിൽ ഉള്ള ഒരു ജോൺ നെൽസൺ ഡാർബി എന്ന് പറഞ്ഞൊരു വ്യക്തി ആണ് അത് ആദ്യമായിട്ട് ഈ പ്രീ ട്രിബുലേഷൻ റാപ്ചറിൻ്റെ കാര്യമൊക്കെ പറയാൻ തുടങ്ങുന്നത്. പിന്നീട് അത് സ്കോഫീൽഡ് ബൈബിൾ കമൻട്രി അതുപോലെയൊക്കെയുള്ള പല ബൈബിൾ കോളേജസൊക്കെ അതങ്ങ് ഏറ്റെടുത്ത് അങ്ങനെ അതങ്ങ് വലിയൊരു പ്രചാരമായി തീർന്നതെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മഹോപദ്രവത്തിന് മുമ്പേ അങ്ങ് സഭ എടുക്കപ്പെടും നമുക്ക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ. പക്ഷേ അതിനായിട്ട് അവർ കർത്താവിനെ തന്നെ 2 പ്രാവശ്യം വരുത്തും. ചില രഹസ്യമായിട്ട് വരണം, രഹസ്യമായിട്ട് വരുത്തണം. അങ്ങനെയൊക്കെയുള്ള പല ഈവൻറ്റ് മാനേജ്മെൻറ്റുകാർ ചെയ്യുന്നത് പോലെയൊക്കെയുള്ള ദൈവത്തെ 2 പ്രാവശ്യം വരുത്താൻ. എന്നാൽ കർത്താവ് 2ാമത് വരുമ്പോൾ, കർത്താവ് ഓൾറെഡി ഒന്ന് വന്നു, ഇനിയിപ്പോൾ 2ാമത് വരുമ്പോൾ സഭ എടുക്കപ്പെടുകയും കർത്താവിൻ്റെ രാജ്യത്തെ സ്ഥാപിക്കുകയും എല്ലാം ഒരുമിച്ചായിരിക്കും. അല്ലാതെ ഒരു രഹസ്യപരവോ പരസ്യപരവോ എന്നുള്ള കാര്യമൊന്നും നമ്മൾ ബൈബിളിൽ കാണുന്നില്ല. അതൊക്കെ മനുഷ്യൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് ആണ്. ഇപ്പം നമ്മൾ വായിച്ചതുപോലെ ഇപ്പം വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുവാൻ എന്ന് പറയുമ്പോൾ വിശുദ്ധന്മാർ, ആഗിയാസ് എന്ന് പറഞ്ഞ ആ ഒരു ഗ്രീക്ക് പദം, അതേ പദം തന്നെയാണ് എഫേസർ 1:1 സെയിൻസ്, വിശുദ്ധന്മാർ, വീണ്ടും ജനിച്ച ദൈവമക്കളെ സൂചിപ്പിക്കുന്ന ആ പദം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സെയിൻസ് എന്ന വചനത്തിൽ പുതിയ നിയമത്തിലുടനീളം വീണ്ടും ജനം പ്രാപിച്ച ദൈവമക്കളെ സൂചിപ്പിക്കുന്ന പദമായാണ് ഈ സെയിൻസ് എന്നുള്ള ആഗിയാസ് എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുവാൻ എന്ന് പറയുമ്പോൾ അവരുടെ ശരീരത്തെ മാത്രമേ ജയിക്കാൻ ആർക്ക് സാധിച്ചുള്ളൂ? ഈ എതിർ ക്രിസ്തുവിന് സാധിക്കത്തുള്ളൂ. അവരുടെ ആത്മാവിനെ ജയിക്കാൻ സാധിക്കത്തില്ല. അതാണ് നമ്മളിപ്പം അതിപൂജ്യം പുസ്തകത്തിൽ നമ്മൾ വായിച്ച 2 Corinthians 12-ാം അധ്യായത്തിൽ ജഡത്തിലൊരു ശൂലം, അത് സാത്താൻ്റെ ദൂതന് ജഡത്തിലെ ശൂലം കൊണ്ട് പൗലോസിൻ്റെ ശരീരത്തെ മാത്രമേ തൊടുവാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളൊരു കാര്യം. ഇറ്റ് ഈസ് എ മെസ്സഞ്ചർ ഓഫ് സേറ്റൻ എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ 2 Corinthians 12-ന്റെ
7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ അതും ദൈവം നന്മയ്ക്കായിട്ടാക്കി തീർത്ത് കൂടുതൽ കൃപ പ്രാപിക്കുവാനും കൂടുതൽ തന്നെ താഴ്മയിൽ നിലനിർത്തുവാനും ഒക്കെ പൗലോസിന് സഹായകമായി തീർന്നപ്പം ശരീരത്തെ ദൈവം അനുവദിക്കുന്നത് പോലെ ജയിക്കാൻ എതിർ ക്രിസ്തുവിന് കഴിഞ്ഞേക്കും. എന്നാൽ നമ്മുടെ ആത്മാവിൽ നമ്മൾ വി ആർ കോങ്കറിങ് ആൻഡ് അത് നമ്മളുടെ ആത്മാവിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തിയെ, ദൈവാത്മാവിൻ്റെ ആ ജ്വാലയെ കെടുത്താൻ ഒരിക്കലും എതിർ ക്രിസ്തുവിന് കഴിയത്തില്ല. അപ്പം ഇവിടെ നമ്മൾ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുവാൻ പറയുമ്പോൾ അവരുടെ ശരീരത്തെ ജയിക്കുവാനും എന്നുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യം നമുക്ക് അതോടെ വ്യക്തമാവുന്നു. അപ്പോൾ അതിന് അധികാരം ലഭിച്ചു. ഇറ്റ് വാസ് ഗിവൺ ടു ഹിം, ഇറ്റ് വാസ് ഓൾസോ ഗിവൺ ടു ഹിം ടു മേക്ക് വാർ. അപ്പോൾ ആ ഒരു ഗിവൺ എന്നുള്ള ആ ഒരു പദം, ദിദമ എന്നുള്ള ആ പദം, അത് ഗ്രാൻഡ് ചെയ്തു, ദൈവം അനുവദിച്ചു, പെർമിറ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം. ദൈവം അനുവദിക്കുന്ന പല കാര്യങ്ങളും ദൈവം അറിയാതെ അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും ഒക്കെ അധികാരം ലഭിച്ചു. വലിയ അധികാരവും കാര്യങ്ങളും ഒക്കെ ഒരു 3 വർഷത്തേക്ക് അവന് ലഭിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നു. ഇപ്പം നമ്മൾ ഇതേ യുദ്ധത്തെക്കുറിച്ച്, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ പറയുന്ന കാര്യം നമ്മളിപ്പം വെളിപ്പാട് 13:7 നിന്ന് ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ 25-ാമത്തെ വാക്യമൊക്കെ ഇപ്പോൾ നമ്മൾ വായിച്ച് നിർത്തിയതേ ഉള്ളൂ. എന്താ വമ്പ് പറയുന്ന വലിയ വായെക്കുറിച്ചൊക്കെ നമ്മൾ 25-ാമത്തെ വാക്യത്തിൽ അവന് ഹി വിൽ സ്പീക്ക് അഗൈൻസ്റ്റ്, അത്യുന്നതനായ വിരോധമായി വമ്പ് പറയുകയും എന്നൊക്കെ നമ്മൾ വെളിപ്പാട് ദാനിയേൽ 7:25 നമ്മൾ വായിച്ചു. അതിന് തൊട്ട് മുമ്പുള്ള വാക്യങ്ങൾ ഈ യുദ്ധത്തെക്കുറിച്ച്, വിശുദ്ധന്മാർക്കെതിരെയുള്ള യുദ്ധത്തെക്കുറിച്ച്, ആ മൃഗത്തിൻ്റെ ക്രിസ്തുവിൻ്റെ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. അതായത് ദാനിയേൽ 7:22 വായിക്കുവാണെങ്കിൽ, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു. അവരുടെ ശരീരങ്ങളെ ജയിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളിപ്പം മനസ്സിലാക്കി. അവൻ പറഞ്ഞതോ, 4-ാമത്തെ മൃഗം ഭൂമിയിൽ 4-ാമത് ഉത്ഭവിക്കാനുള്ള രാജ്യം തന്നെ, അത് സകല രാജ്യങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതായി സർവ്വഭൂമിയും തിന്ന് ചവിട്ടി തകർത്ത് കളയും. ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽക്കുവാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. 10 കൊമ്പുകൾ 10 രാജാക്കന്മാരെന്നുള്ള കാര്യമൊക്കെ നമ്മൾ വെളിപ്പാട് 13-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലും നിന്നൊക്കെ നമ്മൾ കണ്ടു. വെളിപ്പാട് 17-12 ഈ 10 കൊമ്പുകൾ 10 രാജാക്കന്മാരാണെന്ന് പറയുന്ന കാര്യം തന്നെ ഇവിടെയും ദാനിയേൽ 7:24 നമ്മൾ വായിക്കുന്നു. 10 കൊമ്പുകളും എഴുന്നേൽക്കുവാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം, രാജാക്കന്മാരെന്ന് പറയുമ്പോൾ ഇന്നത്തെ ഭാഷയിൽ പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും ഒക്കെ, ആ രാജ്യത്തിൻ്റെ സർവാധിപതിയായിട്ടുള്ള മനുഷ്യർ. അവരുടെ ശേഷം മറ്റൊരുത്തിന് എഴുന്നേൽക്കും, അവൻ മുമ്പിലത്തവരോട് വ്യത്യാസമുള്ളവയും 3 രാജാക്കന്മാരെ വീഴ്ച കളയും. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം വായിച്ച വാക്യം, അവൻ അത്യുന്നതനായവന് വിരുദ്ധമായി വമ്പ് പറയുകയും അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാരെ ഒടുക്കി കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും, കാലാംശവും, കാലവും എന്ന് പറയുമ്പോൾ 1 വർഷം, കാലങ്ങൾ എന്ന് പറയുമ്പോൾ 2 വർഷം, പിന്നെ കാലാംശം എന്ന് പറയുമ്പോൾ 1/2 വർഷം, അപ്പം മൊത്തം 3.5 വർഷം. എത്ര കറക്റ്റായിട്ട് ആലങ്കാരിക ഭാഷയിലൊക്കെ വചനത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. 42 മാസം, കാലവും കാലങ്ങളും കാലാംശവും, 3.5 വർഷക്കാലം, അങ്ങനെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. കാലാംശവും അവർ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കും. ആ ഒരു സമയത്തേക്ക്, ആ ഒരു 3.5 വർഷക്കാലത്തേക്ക് ഒരു വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരുടെ ശരീരങ്ങളെ ജയിക്കുവാനുള്ള ഒരു അധികാരം എതിർ ക്രിസ്തുവിന് നൽകപ്പെടുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. അത് ഇതിനെപ്പറ്റി ദാനിയേൽ ദൂതനോട് ചോദിച്ചപ്പോൾ ഉള്ള ആ ഒരു കാര്യമൊക്കെ നമ്മൾ 21-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? ഇവിടെ ഇതേ ദാനിയേൽ 7:21 വയോധികനായവൻ എന്ന് പറഞ്ഞാൽ ദ ഏൻഷ്യൻ്റ് ഓഫ് ഡേയ്സ്, നമ്മൾ ചില ഇംഗ്ലീഷ് പാട്ട്, നമ്മുടെ ഇംഗ്ലീഷ് ഹിംസിലൊക്കെ ദ ഏൻഷ്യൻ്റ് ഓഫ് ഡേയ്സ്, മാജസ്റ്റി, വർഷിപ്പ് ഹിസ് മാജസ്റ്റി, ഏൻഷ്യൻ്റ് ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് ആ ദൈവപിതാവിനെ സൂചിപ്പിക്കുന്ന പദമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ വായിക്കുന്ന എന്നുവെച്ചാൽ ഏൻഷ്യൻ്റ് ഓഫ് ഡേയ്സ് എന്ന് പറയുമ്പം കാലങ്ങൾക്കെല്ലാം മുമ്പേ ഉള്ളവൻ, അത് മലയാളത്തിൽ വയോധികനായവൻ എന്ന് പറയുമ്പം എന്തോ വയസ്സ് എന്തോ അപ്പൂപ്പൻ എന്നുള്ള ആ ഒരു അർത്ഥത്തിലല്ല, എന്ന് എല്ലാത്തിലും മുന്നേ ഉള്ളവൻ, ഏറ്റവും എല്ലാത്തിനേക്കാട്ടിലും വയസ്സുള്ളവൻ, എല്ലാത്തിൻ്റെയും മുമ്പേ ഉള്ള ആദിനും അന്തിനുമായിട്ടുള്ള ആ ദൈവം, സർവശക്തനായ ദൈവം, സർവാധിപതിയായിട്ടുള്ള സർവശക്തനായിട്ടുള്ള ഓൾമൈറ്റി ഗോഡ്. അതാ വയോധികനായവൻ വന്ന് അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും, അതാ നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം 7:21 അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുവോളം ആ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം അതായത് യേശു കർത്താവ് വന്ന് തൻ്റെ രാജ്യത്വം സ്ഥാപിക്കുവോളം ഈ ഒരു എതിർ ക്രിസ്തു വിശുദ്ധന്മാർക്കെതിരെ യുദ്ധം ചെയ്ത് ജയിക്കുന്ന ഒരു കാര്യം താൻ കണ്ടു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വായിക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 26, 27 നമ്മൾ 25 വരെ വായിച്ചു. 26, 27 കൂടെ വായിക്കുമ്പോൾ എന്നാൽ ന്യായവിസ്താര സഭ, അതായത് കോർട്ട് വിൽ സിറ്റ് ഫോർ ജഡ്ജ്മെൻറ്റ്, ന്യായവിസ്താര സഭ ഇരുന്നു കൊണ്ട് അവൻ്റെ ആധിപത്യം എടുത്തു കളഞ്ഞ് അന്തം വരെ നശിപ്പിച്ച് മുടിക്കും. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിൻ്റെ കീഴെല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവരുടെ രാജ്യത്ത് നിത്യരാജ്യത്വമാകുന്നു, അതായത് കർത്താവിൻ്റെ രാജ്യത്ത് നിത്യരാജ്യത്വമാകുന്നു. ഹിസ് കിങ്ഡം വിൽ ബി എൻ എവർലാസ്റ്റിംഗ് കിങ്ഡം ആൻഡ് ഓൾ ദി ഡൊമിനിയൻസ് വിൽ സെർവ് ആൻഡ് ഒബേ ഹിം. അവൻ്റെ രാജ്യത്ത് നിത്യരാജ്യത്വമാകുന്നു, സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. അത് ആ സഹസ്രാബ്ദ വാഴ്ചയിൽ 1000 വർഷക്കാലം ഭരണത്തിൽ നടക്കുന്നൊരു കാര്യം. അത് തുടങ്ങുന്നതിന് മുമ്പ്, അത് തുടങ്ങാനായിട്ട് കർത്താവ് വരുന്നിടം വരെ അവന് 3.5 വർഷക്കാലത്തേക്ക് കുറച്ചൊരു സമയത്തേക്ക് വിശുദ്ധന്മാരെ ജയിക്കുന്ന ഒരു അനുവാദം അവന് കൊടുത്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നു. പിന്നെ 8ാമത്തെ വാക്യം മുതൽ ദിവസമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് 8ാമത്തെ വാക്യം മുതൽ കാണാമല്ലോ. 8 മണി ആയല്ലോ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാം. സ്നേഹം നിറഞ്ഞ പിതാവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ. അന്ത്യകാലത്ത് കർത്താവേ ജീവിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിട്ട് ഞങ്ങളെ തന്നെ മനസ്സിലാക്കുന്നു. അവിടുത്തെ വരവിൻ്റെ ലക്ഷണങ്ങൾ ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവേ അങ്ങേ നോക്കുവാനും കർത്താവ് വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള പല പരീക്ഷകളിലൂടെ, പ്രലോഭനങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ കർത്താവ് ഞങ്ങൾ പാടിയതുപോലെ സേനയിൽ അധിപൻ ദേവനിൽ അതിയായ ആശ്രയം എവനുണ്ടോ അവനാണ് ഏവരിലും അതിധന്യൻ. ലോകത്തിൻ്റെ പോക്കിൻ്റെ പിന്നാലെ പോകാതെ കർത്താവെ ആ ഒഴുക്കിന് എതിരെ നിൽക്കുവാൻ തക്കവണ്ണം, ലോകത്തിനെതിരെ, ജഡത്തിനെതിരെ, പിശാചിനെതിരെ, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപമാകുന്ന ലോകവ്യവസ്ഥയ്ക്കെതിരെ കർത്താവെ നിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അങ്ങ് ശക്തിപ്പെടുത്തണം. ഞങ്ങളിൽ തന്നെ യാതൊരു ശക്തിയില്ല കർത്താവെ. എന്നാൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണം. ഞങ്ങൾ കർത്താവെ ഇന്ന് ചിന്തിച്ചതുപോലെ ഞങ്ങളുടെ സംസാരം ആത്മാവിൽ നിന്ന് കർത്താവെ, ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ചയും കണ്ടതുപോലെ ക്രിസ്തുവിൽ സംസാരിക്കുവാൻ തക്കവണ്ണം എപ്പോഴും ഞങ്ങളെ സഹായിക്കണം കർത്താവെ. പമ്പ് പറയുന്ന, ദൂഷണം പറയുന്ന, ആകാത്ത വാക്കുകൾ പറയുന്ന, കൃപയില്ലാത്ത, ഉപ്പിനാൽ രുചിയില്ലാത്ത വാക്കുകൾ പറയുന്ന കർത്താവ് ഞങ്ങൾക്ക് ഒരാൾക്കും ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. നിസ്സാര വാക്കുകൾ പറയുന്ന കർത്താവെ, ആ വായൊക്കെ കർത്താവെ അതിൽ നിന്നെല്ലാം ഞങ്ങൾക്കൊരു മാനസാന്തരം വേണം. ഒരുവന് തൻ്റെ നാവ് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ ഭക്തി വ്യർത്ഥമാണെന്നൊക്കെ ഞങ്ങൾ യാക്കോബിൻ്റെ 1:26 വായിക്കുന്നുണ്ടല്ലോ. കർത്താവെ, ഞങ്ങളുടെ ഭക്തി വ്യർത്ഥമായി എണ്ണപ്പെടുവാനിടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ സംസാരിക്കുന്ന ഓരോ വാക്കുകളും കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്ന, അവർക്ക് കർത്താവെ ആവശ്യത്തിന് അനുസരിച്ച് കേൾക്കുന്ന കൃപ ലഭിക്കുന്ന വാക്കുകൾ പറയുവാൻ, മറ്റുള്ളവർക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പകർന്നു കൊടുക്കുന്ന പ്രവചനത്തിൻ്റെ വാക്കുകൾ പറയുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. അതെ കർത്താവെ, ഞങ്ങൾ ഇന്ന് തന്നെ ലോകത്തിനെയും സാത്താനെയും ജഡത്തെയൊക്കെ ജയിച്ച് മുന്നേറുവാനും, അന്ന് ഇത് ക്രിസ്തുവിൻ്റെ ആ ഭരണകാലത്ത് അവിടുന്ന് കർത്താവെ ആ മഹോപദ്രവത്തിലൂടെ കടന്നു പോകുന്ന ഭാഗ്യപദവി ഞങ്ങൾക്ക് തരുവാണെങ്കിൽ കർത്താവെ, അവിടുത്തെ കർത്താവെ സാക്ഷികളായിട്ട്, അവിടുത്തെ ധീര സൈനികരായിട്ട് കർത്താവെ അവിടെ മരണത്തോളം വിശ്വസ്തരാകുവാൻ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. അതിനായിട്ട് ബലപ്പെടുത്തണം. ഞങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കർത്താവെ അതൊന്നും ഒന്നുമല്ല എന്ന് തിരിച്ചറിയുവാൻ, സ്വർഗീയ വീക്ഷണകോണിൽ കൂടെ സ്വർഗീയവാസികളായിട്ട്, ഈ ഭൂവാസികളായിട്ട് കർത്താവെ പിശാചിനെ വഞ്ചിക്കപ്പെടുവാനല്ല, മറിച്ച് സ്വർഗീയവാസികളായിട്ട് സ്വർഗത്തിൽ തന്നെ ഞങ്ങളുടെ മനസ്സ് സെറ്റ് ചെയ്തിട്ടുള്ളവരായിട്ട് കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. നന്ദി കർത്താവെ, നന്ദി. അവിടുന്ന് ഒരു അധികാരവും കൊടുക്കാതെ, അവിടുന്ന് അറിയാതെ, അനുവദിക്കാതെ, അവിടുന്ന് അധികാരം കൊടുക്കാതെ ആർക്കും അധികാരം കിട്ടില്ലല്ലോ കർത്താവെ. മുകളിൽ നിന്ന് അനുവദിച്ചിട്ടില്ലാതെ എൻ്റെ മേൽ നിനക്ക് യാതൊരു അധികാരവും ഇല്ലെന്ന് അവിടുന്ന് പിലാത്തോസിനോട് യോഹന്നാൻ 19:11 പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചല്ലോ. അതെ കർത്താവെ, അവിടുത്തെ ആ വലിയ അധികാരത്തോടെ, സന്തോഷത്തോടെ, ഒരു മാന്യതയോടെ, ഡിഗ്നിറ്റിയോടെ ഈ ഭൂമിയിൽ കർത്താവെ കൃപയുടെ സമൃദ്ധിയിൽ രാജാക്കന്മാരെ പോലെ അങ്ങയോടൊപ്പം ആത്മാവിൽ ഇപ്പോൾ തന്നെ വാഴുവാൻ ഞങ്ങളെ സഹായിക്കണം. അതേ കർത്താവെ, അവിടുത്തെ ആ സഹസ്രാബ്ദ വാഴ്ചയിൽ അവിടുത്തോട് ചേർന്ന് വാഴുവാൻ തക്കവണ്ണം ഇപ്പോൾ കർത്താവെ അവിടുത്തോടുകൂടി സഹിക്കുന്നവർ അന്ന് വാഴുമല്ലോ. ഇപ്പോഴും കർത്താവ് ഇപ്പോൾ ആ ജഡത്തിലെ മരണം സഹിച്ച് കർത്താവെ ആത്മാവിൽ വാഴുവാനും നിത്യതയിൽ അങ്ങോട്ട് ചേർന്ന് വാഴുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണം, പ്രാപ്തരാക്കണം. ഈ വചന കേൾവിയൊക്കെ അതിനായിട്ട് ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണം. പ്രാർത്ഥന കേട്ടത് നമുക്ക് സ്തുതിക്കുന്നു. എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ അതിലുള്ള നാമത്തിൽ തന്നെ. ആമേൻ.